എ ചർച്ച് വിത്തൗട്ട് വാൾസ് ആണ് എൻ്റെ ഒരു വലിയ ഒരു ദർശനവും സങ്കല്പവും സ്വപ്നവും. അപ്പം നമ്മൾ പറയും, അയ്യോ അല്ലല്ലോ കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടം. അതെ, അതൊരു വശത്ത് ശരിയാണ്. പക്ഷേ നമ്മളിന്ന് ഈ ചുവരുകൾ പണിഞ്ഞ് ജനത്തെ അകറ്റി നിർത്തിയിരിക്കുക. ഡൂയിങ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട് ഈസ് ഇൻസാനിറ്റി. ശുദ്ധ ഭ്രാന്താണ്. നമ്മളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് സ്ട്രാറ്റജി മാറ്റണം. ഇന്ന് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുക. എൻ്റെ ചോദ്യം, ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ സുവിശേഷ വ്യാപനത്തിന്, ദൈവരാജ്യം കൊണ്ടുവരാൻ ദൈവസഭ എത്രത്തോളം ചെയ്യുന്നുണ്ട്? ഇന്ന് നമുക്ക് ഇതെല്ലാം ഹറാമാണ്. സുവിശേഷീകരണം സഭകൾ ചെയ്യുന്നില്ല. ഞാൻ ഒത്തിരി പരസ്യമെല്ലാം നടത്തുന്നുണ്ടല്ലോ. അത് ഫേസ്ബുക്ക് ലൈവ് ഇടാനല്ലേ? തുറന്നു പറയില്ലേ, ആളുകൾ ഓടിച്ചിട്ടടിക്കും. ഇന്ന് ചർച്ചസ് ആർ ഫിൽഡ് വിത്ത് മെമ്പേഴ്സ്, നോ ഡിസൈപ്പിൾസ്. ഈ ശിഷ്യരെ അവരെ പോയി മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. ഇതിപ്പം അവർക്ക് ഞായറാഴ്ച നമ്മൾ മീൻ കറി വെച്ച് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന അവർ മീൻ കഴിക്കാൻ വന്നുകൊണ്ടിരിക്കും. അതെ, അവർക്കൊരു ചൂണ്ട മേടിച്ച് കൊടുത്തിട്ട് ഈ പറഞ്ഞ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ അവർ പോയി പിടിച്ചെടുത്തോളൂ. ഇന്ന് നമ്മളത് പഠിപ്പിക്കുന്നത്, നമ്മൾ തല്ലിക്കൊന്നും അവരെ മീൻ പിടിക്കാൻ പഠിപ്പിക്കത്തില്ല. നമ്മുടെ മുമ്പിൽ എല്ലാവരും വന്നോണം, നിന്നോണം, തന്നോണം, പൊയ്ക്കോണം. അതെ, ഒരു പ്രവചനം പറയുക. കേരളത്തിലെ ദൈവസഭ മാത്രമല്ല, ഇന്ത്യയിലെ ദൈവസഭ ലോകത്തിലെ ദൈവസഭകൾക്കൊരു മാതൃകയായിട്ട് ദൈവം മാറ്റും. ഇത് ഇവിടെ കുറിച്ച് വെച്ചോ നിങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇന്നത്തെ ചുറ്റുപാടുള്ള അവസ്ഥ കണ്ടിട്ട്, നമ്മുടെ അകത്തെ അവസ്ഥ കണ്ടിട്ട് നിരാശപ്പെടേണ്ട. ഗോഡ് ഈസ് ഡൂയിങ് സംതിങ്. വ്യത്യസ്തമായിട്ടൊരു സഭ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മൾ ഈ കാണുന്ന, നമ്മൾ പരിചയിക്കുന്ന, നമ്മളൊക്കെ തന്നെ ശുശ്രൂഷിക്കുന്ന ഒരു സഭാരീതി ആവത്തില്ല. ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടുകൂടെ പാസ്റ്റർ സാം വർഗീസ് ഉണ്ട്. പാസ്റ്റർ സാം വർഗീസിനെ പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹം തിരുവനന്തപുരത്ത് ലൈഫ് ഫെലോഷിപ്പ് ഹൗസ് ഓഫ് പ്രെയർ ചർച്ചിൻ്റെ സ്ഥാപകനും സീനിയർ പാസ്റ്ററുമാണ്. കേരളത്തിലെ ന്യൂ ജനറേഷൻ സഭകൾ എന്നൊരു വിഭാഗമുണ്ട്. ന്യൂ ജനറേഷൻ സഭകൾ ഉടലെടുക്കുന്നതിന് മുൻപ് ഏകദേശം അതിൻ്റെ ചെറിയ രൂപഭാവങ്ങളോടെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു സഭ തിരുവനന്തപുരത്ത് അദ്ദേഹം ആരംഭിച്ചു. സത്യത്തിൽ ഇപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ സഭ ഒരു ന്യൂ ജനറേഷൻ സഭയല്ലെന്ന് പറയാറുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു തുടക്കം അങ്ങനെ ആയിരുന്നു അല്ലേ പാസ്റ്റർ? അല്ലേ? ആ ഒരു ഇന്നാരേലും ഈ ന്യൂ ജനറേഷൻ എങ്ങാണ് ഞങ്ങളെ പറഞ്ഞ ഓടിക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല, പറ്റത്തില്ല. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, അത് നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തത് എങ്ങനെ പറയുന്നത്? നിങ്ങൾ പെന്തക്കോസ്, നിങ്ങൾ തന്നെ പെന്തക്കോസ് ആക്കി എന്ന് പറയുന്നു. നിങ്ങളൊക്കെ അറിയുന്ന പോലെ ഞാൻ പെന്തക്കോസ്റ്റിലെ മൂന്നാം തലമുറ, അല്ലെങ്കിൽ ഒരു ദൈവദാസന്റെ മകൻ അല്ലേ? അതെ അതെ. അതും വളരെ തീവ്രമായ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട, അനുഗ്രഹീതനായ മനോഹരമായ ഗാനങ്ങൾ എഴുതിയ പാസ്റ്റർ EV വർഗീസിന്റെ ഏക മകൻ. അതെ. എങ്ങനെ ഈ ന്യൂ ജനറേഷൻ എന്നുള്ള പേര് വന്നുപോയത്? ദയവേത് ആ ലെവലിൽ പറയല കൂട്ടരുത്. 1996 സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങളുടെ ഭവനത്തിൽ ഈ ലൈഫ് ഫെലോഷിപ്പ് എന്നൊരു ചെറിയ കൂട്ടായ്മ തുടങ്ങിയത്. ഇപ്പം ഈ സെപ്റ്റംബർ 30 വർഷവും 30 വർഷമായിട്ട് നിൽക്കുന്ന ഒരു സഭയാണ്. അപ്പം ആ സഭയെ നോക്കിയിട്ട് ന്യൂജൻ സഭയെ പറയാൻ പറ്റും. അന്ന് ഈ സ്വതന്ത്ര സഭകൾ ഒരുപാടില്ല തിരുവനന്തപുരത്ത്. ഈ മെയിൻ ലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ചസ് അല്ലാതെ പിന്നെ ഒരു ഇംഗ്ലീഷ് ചർച്ച്, ഹൈലൻഡ് ചർച്ച് എന്നൊരു ചർച്ച് മാത്രമേ ഉണ്ടായിരുന്നു. മലയാളത്തിൽ അങ്ങനെ ഒരു സഭയില്ലായിരുന്നു. മലയാളത്തിലൊരു സ്വതന്ത്ര സഭയായിട്ട് ആരംഭിക്കുന്ന ഞങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിൽ അന്ന് എൻ്റെ പിതാവ് ജീവനോടിരിക്കുന്ന കാലം. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അതുകൊണ്ട് ഇന്ന് ഈ ന്യൂജൻ എന്ന് പറഞ്ഞ ഒരു കൾട്ടുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഒന്ന് കൂട്ടി അങ്ങനെ ഒരു നറേറ്റീവ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പത്രക്കാരും മോശമല്ല. അതുകൊണ്ട് ഞാനല്ല ഇപ്പം ഇവിടെ വെച്ച് അതങ്ങ് ഞങ്ങൾ തിരുത്തുകയാണ്. പാസ്റ്റർ സാം വർഗീസ് ന്യൂജൻ അല്ല, ഓൾഡ് ജനറേഷൻ്റെ ഭാഗമാണ്. പറഞ്ഞു വരുമ്പോൾ നിങ്ങളെക്കാട്ടിലും ഓൾഡായിരിക്കും. എൻ്റെ നിലപാടുകളിലൊക്കെ ഞാൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, എനിവേ 30 കൊല്ലം മുമ്പ് കർത്താവ് ഒരു വലിയ ഭാരം തന്നു. കാര്യം ഞാൻ 1990 ഞങ്ങളുടെ വിവാഹം. ഞാനും എൻ്റെ ഭാര്യ ജെസ്സി, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് എനിക്ക് നേരത്തെ. ശരിക്കും നിങ്ങളുടെ സ്വദേശം? എൻ്റെ പിതാവിൻ്റെ സ്ഥലം പത്തനാപുരത്തിനടുത്ത് കലഞ്ഞൂരാണ് എൻ്റെ പിതാവിൻ്റെ സ്ഥലം. ഓക്കെ. അവിടെ നിന്ന് പുള്ളി 1920 പുള്ളി ജനിച്ചു. സ്കൂള് പഠനം കഴിഞ്ഞ് ആ സ്കൂളിൽ തന്നെ ജോലിക്ക് അധ്യാപകനായിട്ട് ചേർന്നു. തനിക്ക് 20 വയസ്സുള്ളപ്പോൾ താൻ ഒരു പ്രാർത്ഥനായോഗത്തിൽ പോയി രക്ഷിക്കപ്പെട്ടു.
അപ്രാവശ്യം അദ്ദേഹം കൊട്ടാരക്കര സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ കൺവെൻഷന് അദ്ദേഹം പോയി. അവിടെ വെച്ച് പാസ്റ്റർ പോളായിരുന്നു ഇപ്രാവശ്യം അവിടുത്തെ പ്രസംഗം. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് സ്ഫുടതയോടുകൂടി മലയാളം ബൈബിൾ വായിച്ചു കൊടുക്കാൻ ഒരാൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തെ ആരോ പറഞ്ഞു, മോനെ നീ ചെന്നിരുന്ന് വായിക്കുന്നു. പുള്ളി ഒരു വേദോസ്തമായിട്ട് മുറിയിൽ ചെന്ന് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേദോസ്തം വായിക്കാം, ഇരിക്കുമെന്ന് പറഞ്ഞു. വായിക്കാം. ആ മലയാളവും ആ പെരുമാറ്റവും ഒക്കെ ഇഷ്ടപ്പെട്ട് നീ എന്നോടുകൂടെ പോയിരുന്നോന്ന് ചോദിച്ചു. അപ്രാവശ്യം സിലോണിലോട്ട് കൊണ്ടുപോയി. പപ്പായ കൊണ്ടുപോയി. അതിനുമായിട്ട് പുള്ളി വേലയ്ക്ക് ഇറങ്ങി, പൂർണ്ണമായിട്ട് ഇറങ്ങി ജോലി രാജിവെച്ച് താനങ്ങ് പോയി. അങ്ങനെ 40 ശ്രീലങ്കയിലേക്ക് പോയി. ഏകദേശം 4-5 വർഷം പാസ്റ്റർ പോളിൻ്റെ കീഴിൽ തന്നെ താൻ പരിശീലിപ്പിക്കപ്പെട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം കൈവച്ച് കേരളത്തിലേക്കാണ് അയച്ചത്. കോട്ടയത്ത് കൊല്ലാട് എന്ന് പറഞ്ഞൊരു ഫെയ്ത്ത് ഹോമിലാണ് ആദ്യം ശുശ്രൂഷ തുടങ്ങിയത്. അന്നെൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരങ്ങളിൽ ചെന്ന് IPCയിലെ നമ്മുടെ PM ഫിലിപ്പ് സാറും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറയും വൈകുന്നേരങ്ങളിൽ. ഇന്നത്തെ ഒരു TPM പാസ്റ്റർ പോയി ഒരു IPC പാസ്റ്റർ കൂടി ഇരുന്ന് വർത്താനം പറയുക, ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ഞാൻ എൻ്റെ ഓഫീസ് ടൗണിലായിരുന്നു. അപ്പോൾ ഈ TPM ഫെയ്ത്ത് ഹോം വളരെ അടുത്ത്. അവിടുന്ന് ഈ പാസ്റ്റർമാർ ബ്രദേഴ്സ് കൂടുതലും, പിന്നെ ഇവിടുത്തെ ചീഫ് പാസ്റ്റർ പോലും എൻ്റെ ഓഫീസിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്ര അടുപ്പമുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഓരോ ഇവര് പെട്ടെന്ന് പാസ്റ്റേഴ്സ് മാറുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് പിന്നെ അവർ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം ഈ TPMലെ ഒത്തിരി പാസ്റ്റേഴ്സ് നമുക്ക് പരിചയമുള്ളവരെല്ലാം മരിച്ചു പെട്ടെന്ന് വളരെ പെട്ടെന്ന് മരിച്ചുപോയ ഒത്തിരി പാസ്റ്റേഴ്സ്. അത് വലിയ വേദനയുള്ളൊരു കാര്യമാണ്. എനിക്കും അതായിരുന്നു ഒത്തിരി വേണ്ടപ്പെട്ട, നമുക്ക് ഒത്തിരി പരിചയമുള്ള ആളുകൾ വളരെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ മരിച്ചുപോയത് വലിയ സത്യമാണ്. ഈ ചീഫ് പാസ്റ്റർ ഉൾപ്പെടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ സാങ്കുട്ടിയോട് പറയും. എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പം 96 ചർച്ച തുടങ്ങി. അപ്പം അന്ന് ഒരു ഓർഡിനേഷൻ വേണമല്ലോ. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സഭ തന്ത്രം അങ്ങനെ പറയുന്നത്, അത് വേറൊരു തന്ത്രം, അങ്ങനല്ല. അപ്പം ഒരു ഓർഡിനേഷൻ വേണമല്ലോ. അപ്പോൾ ഒരു ഓർഡിനേഷന് ആരെ വിളിക്കണം? നിങ്ങളാരും ഓർഡിനേഷൻ തരത്തില്ല. അപ്പം എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ നമുക്ക് വീട്ടിലൊരു മദ്രാസിലുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, എൻ്റെ പിതാവിൻ്റെ ഒരു നല്ല സ്നേഹിതൻ്റെ ഒരു ഡോക്ടർ ഡേവിഡ് പോൾ, റവറൻഡ് ഡേവിഡ് പോൾ, അദ്ദേഹം അമേരിക്കയിലും ചെന്നൈയിലുമായിട്ട് നിൽക്കുന്ന പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കയിലെ ഒരു വലിയ സഭയുടെ ഇന്ത്യയിലെ ഒരു സീനിയർ മിഷണറി ആയിട്ട് അത് അയച്ചൊരു അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, ഒന്ന് തിരുവനന്തപുരം വരെ വന്ന് നിങ്ങളുടെ മോനൊരു ഓർഡിനേഷൻ കൊടുക്കണം. അദ്ദേഹം സന്തോഷത്തോടെ, എന്നെ അറിയാം, നല്ലോണം അറിയാം. അദ്ദേഹത്തിന് ഫുൾ ഗോസ്പൽ സ്റ്റുഡൻറ്റ് ഫെലോഷിപ്പ് എന്നൊരു ചെറുപ്പക്കാരുകളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്ന ICPF അന്ന് തുടങ്ങിയിട്ടില്ല. അതിന് തൊട്ട് മുമ്പ് ചെന്നൈയിലൊക്കെ ആക്റ്റീവായിട്ടുള്ളൊരു സംഘടനയാണ്. അതിൽ ഞാനും എൻ്റെ ഭാര്യയും കുറച്ചാൾ അവരുടെ യുവജന പ്രവർത്തകരായിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ഓർഡിനേഷൻ നടത്താൻ വേണ്ടി അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി ട്രിവാൻഡ്രത്ത് വന്ന് റോട്ടിൽ താമസിച്ച് ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിലെ ആരാധനയ്ക്ക് അന്ന് എൻ്റെ ഓർഡിനേഷനാണ് 96 നവംബർ 30 എൻ്റെ ഓർമ്മ. അപ്പോൾ എൻ്റെ പിതാവുമുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഓർഡിനേഷന് വേണ്ടി വിളിക്കാൻ ഉത്സാഹിച്ച ഒരു കാര്യം, അത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അതിനു വേണ്ടിയായിരുന്നു. അപ്പം രാവിലത്തെ ആരാധനയിൽ ഒരു 10-50 പേര് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളെന്ന് സാധാരണ. അപ്പം എന്നെ ഓർഡൈൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഈ ദേവദാസനെ എഴുന്നേറ്റ്, എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്, സാമിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം, കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് അവനെ അറിയാം. കർത്താവിൻ്റെ വേലയിൽ വന്നു, അവൻ കുടുംബമായി വന്നു, അവരെ ദൈവവേലയ്ക്കായിട്ട് നമ്മളിന്ന് വേർതിരിക്കുകയാണ്, അവനെ ഓർഡൈൻ ചെയ്യാണല്ലോ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാട്ടെ മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി. അപ്പം ഞാനിപ്പോൾ അദ്ദേഹം എന്നെ തലയിൽ കൈവച്ച് ഓർഡൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടും, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം അദ്ദേഹം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ന് ഇവനെ തലയിൽ കൈവച്ച് വേലയ്ക്ക് വേർതിരിച്ച് ഓർഡൈൻ ചെയ്യുവാൻ ഏറ്റവും യോഗ്യൻ അവൻ്റെ പിതാവായ പാസ്റ്റർ EV വർഗീസ് തന്നെയാണ്. ഞാൻ മുട്ടുമേ നിൽക്കുമ്പോൾ എൻ്റെ ചങ്കിലൊരു ഇടി. അപ്പം സർട്ടിഫിക്കറ്റ് എനിക്കൊന്നും ചെയ്യാൻ, ഞാൻ മുട്ടുമേലും ആയിപ്പോയി, ഞാൻ കണ്ണടച്ച് ഇരിക്കുക. എൻ്റെ ഉള്ളിൽ പപ്പ സർട്ടിഫിക്കറ്റ്, പപ്പ തലയൊക്കെ വെച്ച് എവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും? ഒരു സംഘടനയുടെ ആളല്ലല്ലോ. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പപ്പയുടെ മൊത്തോട്ട് ഓക്കെ ഗോ ഹെഡ് എന്നുള്ള മട്ടി പറഞ്ഞു. എൻ്റെ പപ്പയാണെങ്കിൽ ഇത് കാത്തിരുന്നു പോലെ മുന്നോട്ട് വന്ന് മോനെ എന്ന് വിളിച്ചിട്ട് എൻ്റെ തലയിലോട്ട് കൈവച്ച് ഒരു വേദോസം തുറന്നൊരു വേദഭാവം തിമോഥെയോസിനുള്ള വേദഭാഗം വായിച്ച് കേൾപ്പിച്ചിട്ട് വളരെ സന്തോഷത്തോടെ അടുത്തോട്ടൊന്നും അന്നുണ്ടായിരുന്ന മൂപ്പന്മാരായിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ എൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അങ്ങ് അനുഗ്രഹിച്ച് വേർതിരിച്ചു വേലയ്ക്കായിട്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ സങ്കടം പോയില്ല. സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. ഇനി ഒരു സത്യം പറയാമല്ലോ, ഇന്നുവരെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പാസ്റ്ററാണ്.
പക്ഷെ ഒരു കാര്യം, ഇന്ന് ഞാൻ അഭിമാനിക്കും, വേറെ ആരുമല്ല എൻ്റെ തലയിൽ കൈവച്ച് എന്നെ വേർതിരിച്ചത് എൻ്റെ പപ്പ തന്നെയാണ്. അതിൽ ഞാൻ സ്വന്തം ആ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു, അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇനി ഞാൻ പറയാൻ വന്നത്, ഞാൻ ഇന്നുവരെ പറയാത്ത കഥയെന്ന് പറഞ്ഞൊരു കഥ പറയാം. ആ വർഷം തന്നെ അടുത്ത വർഷം ജനുവരിയിൽ തിരുവനന്തപുരത്ത് TPM കൺവെൻഷൻ നടക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു, എടാ ചീഫ് മാസ്റ്റർ ലാസ്റസ് ഇല്ലയോ, അയാൾ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും, ഒന്ന് തിരക്ക്, പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പോയി കാണണം. അപ്പോൾ പപ്പ ഒരിക്കലും അവിടുത്തെ ഫെയ്ത്ത് ഹോമിൽ പോവുക, അങ്ങനെ പാസ്വാനായിട്ടൊന്നും ഒരു ബന്ധമില്ലായിരുന്നു. പിന്നെ ചിലരൊക്കെ പപ്പയെ കാണാൻ വരുമായിരുന്നു, പഴയ സ്നേഹിതരെല്ലാം വീട്ടിൽ വന്ന് കാണും. ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്തു, ഫെയ്ത്ത് ഹോമിലോട്ട് നമ്പർ തപ്പി പിടിച്ച് ഫോൺ ചെയ്ത്, ചീഫ് മാസ്റ്റർ ഉണ്ടോ ചോദിച്ചു. ഉണ്ട്, കൺവെൻഷൻ കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് പോവുക. ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ TV പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരും, പെട്ടെന്ന് വരണം എന്നാരണ്ടോ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു ഓട്ടോ പിടിച്ച് പപ്പയും കൊണ്ട് ഫെയ്ത്ത് ഓഫീസ് ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് അവർ കണ്ട, അയ്യോ ഇദ്ദേഹം വരും, ഓടിച്ചെന്ന് പക്ഷേ അതാ പാസ്റ്റർ TPM അല്ലെങ്കിൽ പപ്പ അറിയപ്പെടുന്നത് പാസ്റ്റർ ബേബി വർഗീസ്. പഴയ ആൾക്കാർ ബേബി വർഗീസ് എന്ന് അറിയപ്പെടുന്നത്. അവിടെ ബേബിച്ചാൻ വരുന്നു. പുള്ളി പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് വന്ന് പപ്പയെ കെട്ടിപ്പിടിച്ച് ഇവർ ഭയങ്കര എന്നിട്ട് രണ്ടും കൂടി ഇരുന്ന് പപ്പ പറഞ്ഞ് ഇരുന്നാട്ട്, പുള്ളി ഇരിക്കത്തില്ല, എൻ്റെ ബ്രദറെ ഇരിക്കേ. ഞാൻ ഇരിക്കത്തില്ല, എന്നെ കെട്ടിപ്പിടിച്ചു. മോനാണെന്നോ കേട്ടു, ഒരു മോനെ ഉള്ളെന്നൊക്കെ എനിക്കറിയാം, നീ എന്തോ ചെയ്യുന്നു? താൻ്റെ വേലയില. ഓ സന്തോഷം മോനെ, ഇതെൻ്റെ ഗുരുവാ, എൻ്റെ ഗുരുവാ. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാ പഠിച്ചത്. അതൊക്കെ പിന്നെ പറയാം, ഇരിക്കടോ എന്ന് ഇരുത്തി രണ്ടുപേരും കൂടി ഇരുന്നു. അപ്പോഴത്തേക്കും കുടിക്കാൻ ചായ കൊണ്ട് വരുന്നു, അതുകൊണ്ട് വരുന്നു. അപ്പോൾ ചുറ്റും ആൾക്കാർ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇവർ രണ്ടും കൂടെ അങ്ങോട്ട് സംസാരിക്കും. രണ്ടുപേരുടെ കയ്യിലും പപ്പയുടെ കയ്യിലും ബൈബിളുണ്ട്. പെട്ടെന്ന് പുള്ളി ബൈബിൾ ഇങ്ങനെ തുറന്നിട്ട് യെശയ്യായിലൊരു വാക്കെടുത്ത്, ഈ വാക്യം ഞാൻ അടിവരയിട്ടിരിക്കുന്ന ഡേറ്റ് ഇട്ടിരിക്കുന്നത് ബേബിച്ചാൻ പ്രസംഗിച്ച പ്രസംഗം, ആദ്യത്തെ ഞാൻ കേട്ട പ്രസംഗം, ഞാൻ പ്രസംഗിച്ച പ്രസംഗം ആദ്യത്തേത് അത് തന്നെയാണ്. അതുകൊണ്ട് പപ്പ ഉണ്ടോ, ഇത് ഞാൻ പാസ്റ്റർ പോൾ പ്രസംഗിച്ച് കേട്ട പ്രസംഗം. ഇവരെല്ലാം അന്ന് ഈ ഭക്തരായ ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ട പ്രസംഗങ്ങൾ കേട്ട അവർ ഈ പഠിക്കുന്നത്. അവരുടെ ഭാഗത്തിൽ ഇവർ ആ പഴയ കഥകളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അടുത്തിരുന്നവർ കൈകാര്യം ഫ്ലൈറ്റിന് സമയമായി പോകണം. അപ്പോൾ ഇദ്ദേഹം വളരെ എനിക്ക് പോകണം. അപ്പോൾ പറഞ്ഞു, ഞാനേ വന്നത് വേറൊന്നുമല്ല, ഇവനിപ്പം കർത്താവിൻ്റെ വേലയല്ല, അറിയാമല്ലോ. അപ്പം അവനെ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് അനുഗ്രഹിക്കണം. നിങ്ങളിപ്പം പാസ്റ്റർ പോളിൻ്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഇന്ന് തിരുവനന്തപുരത്തുള്ളതുകൊണ്ട് എൻ്റെ മനസ്സ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളൊന്ന് അവനെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അത് ഞാനോ അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വളരെ താഴ്മയോട് എന്നോട് പറഞ്ഞു, മുട്ടുകുത്തടാ മോനെ എന്ന്. ഞാൻ മുട്ടുകുത്തി. അദ്ദേഹം ഇങ്ങനെ മടിച്ചില്ല എൻ്റെ അടുത്തോട്ട് വന്നിട്ട് രണ്ട് കൈയും വെച്ചിട്ട് ആത്മാവിൽ നിറഞ്ഞ് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പപ്പ പെട്ടെന്ന് എന്നെ നോക്കിയിട്ട്, മോനെ ടേക്ക് ഇറ്റ് ആസ് യുവർ ഓർഡിനേഷൻ എന്നൊരു വാക്കും കൂടെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു രണ്ടാമതൊരു എൻ്റെ അപ്പനും അത് കഴിഞ്ഞ് TPM ചീഫ് പാസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. അതെൻ്റെ പപ്പ പറയുക, അതും ഒരു ഓർഡിനേഷൻ ആയിട്ട്. തീർച്ചയായും എന്തായാലും ഇത് കേൾക്കുന്ന TPM-കാർക്ക് വലിയ സന്തോഷമായിരിക്കും. നമുക്ക് ഫാദറിൻ്റെ കഥയിലേക്ക് വന്നാലേ, പിന്നെ അപ്പം സ്കൂൾ അധ്യാപകൻ എന്നുള്ളതെല്ലാം വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അതിന് മുമ്പ് വിവാഹം കഴിച്ചാൽ ഇല്ല? അയ്യോ, അത് ഞാൻ പറയാം. എൻ്റെ പിതാവ് കല്യാണം കഴിച്ചപ്പോൾ പുള്ളിക്ക് 40 വയസ്സിലാണ് പുള്ളി കല്യാണം. ഞാൻ 42 വയസ്സിലുണ്ടായ മകനാണ്. അകാല പ്രജയാണ്. പപ്പ 40 സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 54 TPM വിട്ടു. പിന്നെ 60 പുള്ളി കല്യാണം കഴിക്കാൻ വേണ്ടി ഒന്നും വിട്ട് പോയൊന്നുമല്ല. അതിനുള്ള കാരണം ഞാൻ പറയാം. അങ്ങനെ ശ്രീലങ്കയിൽ പോയി. പിന്നെ കോട്ടയത്തേക്കാണ് താൻ പോസ്റ്റിങ് വന്നത്. പക്ഷെ കുറച്ചാളെ കോട്ടയത്ത് ഇരുന്നുള്ളൂ. അവിടെ നേരെ പിന്നെ തമിഴ്നാട്ടിലേക്കാണ് പുള്ളി പോയി. പിന്നീട് പുള്ളി തമിഴ്നാട് 60 വരെയും തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലായിരുന്നു. ആ കാലത്താണ് പുള്ളി പാട്ടുകൾ എഴുതി. പാട്ടുകളുടെ ചരിത്രം പറയുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞേക്കാം, തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് പുള്ളി കേരളത്തിൽ വന്നപ്പോൾ, തിരുവനന്തപുരം കൺവെൻഷന് വന്നപ്പം, അന്നത്തെ കാലത്ത് നല്ല ആത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾക്ക് പാടാൻ പറ്റിയ നല്ല പാട്ടുകളില്ല. കാര്യം മാർട്ടി സൈമൺ സാറിൻ്റെയൊക്കെ നല്ല പാട്ടുകളുണ്ട്, പക്ഷേ ആത്മാവിൽ പാടാനുള്ള ഒരു പാട്ടുകൾ, നല്ല കീർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കർത്താവെ ദൈവസഭയ്ക്ക് പാടി ആരാധിക്കുവാൻ പറ്റിയ പാട്ടുകൾ തരണമേ എന്ന് പറഞ്ഞ് 3 പേര്, എൻ്റെ പിതാവ് പാസ്റ്റർ KM സക്രിയ, പിന്നെ 2 പേരും മറന്നുപോയി. ഇവർ 3 പേരും കൂടെ പാളയത്ത് പ്രാർത്ഥനാ മുറിയുന്നൊരു പഴയ ഒരു ഓല കെട്ടിടമുണ്ട്. ഇപ്പോൾ ആ ബാങ്ക് ഓഫ് ബറോഡ
എനിക്ക് നാക്കട്ട അല്ല, ഇപ്പം കല്യാൺ സിൽക്സ്, പണ്ട് ഫെഡറൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയൊക്കെ ആയിരുന്നു. അതൊരു പഴയ ഒരു ഓല മേഞ്ഞൊരു വീടാണ്. അതൊരു മർത്തോമക്കാരുടെ അങ്ങോട്ട്. അവർ ആർക്കും വന്നിരുന്ന് ഇവിടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥനാ മുറിയിൽ ഒരു ചെറിയ ബോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 ദേവദാസന്മാർ 3 ദിവസം ഉപവാസത്തോടെ ആ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്നു, പാട്ടുകൾക്ക് വേണ്ടി മാത്രം. അവർ 3 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 3 പേരും 4 പാട്ടുകൾ കർത്താവ് കൊടുത്തതുമായിട്ട് പേപ്പറിൽ ഡയറിയിൽ എഴുതിയാണ് പുറത്തു വന്നത്. ആ കൺവെൻഷൻ അവർ ആ പാട്ടുകൾ എഴുന്നേറ്റുന്ന ഓരോരുത്തരായിട്ട് പാടി പഠിപ്പിച്ചു. അപ്പം എൻ്റെ പിതാവ് എഴുതിയ ആദ്യ 4 പാട്ടുകളിൽ ആദ്യത്തെ പാട്ടാണ് ജയമെടുത്തോർ നാം സ്തുതിച്ചുവോ എന്നുള്ള പാട്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ആ പാട്ട് ഇന്നും TPM-ൽ ജയമെടുത്തോർന്ന് പാടും. നിങ്ങളൊക്കെ ദയലപിച്ചോർന്നുള്ളത് ആ വരി തിരുത്തിയത് പപ്പായല്ല, അല്ല, അത് മറ്റൊരു ദേവദാസൻ. ജയമെടുത്തൊന്നും പറയേണ്ട ബ്രദറെ, ജയമെടുത്തു എന്നുള്ള വിശ്വാസത്തിലാണ് പിതാവ് എഴുതിയത്. താൻ അങ്ങനെയായിരുന്നു വീട്ടിലെല്ലാം പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ലോകമ്പാടുള്ള ബന്ധുക്കോസ് ദയലപിച്ച്, നമുക്ക് ഈ ദയ ജീവിക്കാനാണല്ലോ ഇഷ്ടം. അങ്ങനെ അത് ദയലപിച്ചോറായി. അങ്ങനെയാണ് പാട്ടുകളുടെ തുടക്കം. ദ ഗ്രേസ് ഓഫ് ഗോഡ്. 120ഓളം പാട്ടുകൾ താൻ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളുടെയൊക്കെ പശ്ചാത്തലവും അതിൻ്റെ ഇതൊക്കെ പലരും എന്നോടൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് കൂടുതൽ അറിയത്തില്ല. പപ്പായ അങ്ങനെ ഒത്തിരി എഴുതിയിട്ടൊന്നുമില്ല. താനൊരു ഓട്ടോബയോഗ്രഫി എഴുതി തുടങ്ങി, പക്ഷേ 98-ൽ അത് പൂർത്തീകരിക്കാതെ. അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഒരുപാട് ചരിത്രമുണ്ട്. കേരള പെന്തക്കോസ് ചരിത്രം അതിനകത്ത് നല്ലൊരു ഭാഗം അതിനകത്തുണ്ട്. ഇന്നത്തെ TPM-കാർക്കൊന്നും അറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ അതിനകത്ത്. നല്ല കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ, നല്ല അനുഭവങ്ങളും. കേരള ചരിത്രം, കേരള സഭാ ചരിത്രം, പെന്തക്കോസ്ത് ചരിത്രം, ഇതൊക്കെ ഒരുപാടുണ്ട് അതിനകത്ത്. അതെ. അങ്ങനെ തമിഴ്നാട്ടിൽ വെച്ച് 54-ൽ താൻ TPM-ൽ നിന്ന് ഇറങ്ങി. പക്ഷെ താൻ കല്യാണം കഴിക്കുക, അപ്പോഴത്തേക്കും താനങ്ങ് രോഗിയായി, ആസ്മ രോഗിയായി. രാവും പകലും ശ്വാസം മുട്ട്. അത് ഈ തണുപ്പുള്ള ബാംഗ്ലൂരേക്കൊക്കെ പുള്ളിയെ സ്ഥലം മാറ്റി. താൻ ഇറങ്ങി വരാനൊരു കാരണം അത് ഞാൻ ഇന്നുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അന്ന് സിലോൺ പെന്തക്കോസ്ത് മിഷനിലെ സീനിയർ പാസ്റ്റർ ആൽവിൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ചില തെറ്റായ നീക്കങ്ങളും ചില ദുരുപദേശങ്ങളും മറ്റുമൊക്കെ എൻ്റെ പിതാവ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ തമ്മിൽ ചെറിയ പ്രശ്നമാണ്. ഒടുവിൽ അദ്ദേഹം അധികാരം ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ നിൽക്കണ്ട, പൊയ്ക്കോ. എൻ്റെ പിതാവ് വളരെ എങ്ങോട്ട് പോകും, നാട്ടിലുള്ളതൊക്കെ വിറ്റ് കർത്താവിൻ്റെ പേരേക്ക് കൊടുത്തിട്ട് ഇറങ്ങി വന്നതാണ് വിശ്വാസത്താൽ, വിശ്വാസ ജീവിതത്തിന്. ഇനി എങ്ങോട്ട് പോകും, നാട്ടിൽ പോകാൻ വഴിയില്ല. അങ്ങനെ താനൊരു രാത്രി മുഴുവൻ വളരെ ഉറങ്ങാൻ കഴിയാതെ കഷ്ടപ്പെട്ട് അന്ന് രാത്രി തൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് കൊടുത്തൊരു പ്രകാശനമാണ്, ആഴിയെന്നോർത്തില്ല ആഴമരാഞ്ഞില്ല, ഇറങ്ങി. ഇനി എൻ്റെ കാലുകൾ നാട് താഴ്ന്നു എന്ന് തോന്നുന്നു, നീ എന്നെ കരത്തിൽ ഏന്തണേ. ഞാൻ പടിവാതിൽക്കലെത്തി, പോർക്കളമേടിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ തളരുകയോ ഇല്ല, ഞാൻ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ, മുൻപിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, മുൻപിലേക്ക് ഓടുന്നു. വിരുത് താനൻ ലക്ഷ്യം, അർപ്പണം ചെയ്യുന്ന ആത്മനിയോഗാൽ എന്നും പറഞ്ഞ അത് ആ യാഹേനിയൻ ദൈവം എന്നുള്ളതൊക്കെ പിന്നീട് എഴുതി ചേർത്തു. ഈ വരികൾ, ഇതിന് ട്യൂണൊന്നും കിട്ടിയില്ല. ഇതെല്ലാം പുള്ളി രാത്രി കുറിച്ച് വെച്ചു. നേരം വെളുത്ത പുള്ളിക്ക് ഒരു ബോധ്യമായി. പുള്ളി ഒരു എഴുത്തെടുത്ത് ഒരു ഇല്ലൻ്റ് പിടിച്ചുകൊണ്ട് വന്ന് രാജിക്കത്ത് എഴുതി പോസ്റ്റ് ചെയ്തിട്ട് താൻ ഒരു ബാഗ് കൊടുത്ത് ഇറങ്ങി. അന്നൊന്നുമില്ല, ഒരു ഇംഗ്ലീഷ് ബൈബിൾ, ഒരു മലയാളം ബൈബിൾ, ഒരു തമിഴ് ബൈബിൾ, ഒരു ക്രൂഡൻസ് കൊങ്കോഡൻസ്, 2 സെറ്റ് മാറാനുള്ള മുണ്ടും ജിബായും, ഒരു മേൽമുണ്ടും, ഒരു ഡയറിയും, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ടിങ്ങ് ഇറങ്ങി തൃശ്ശനാപ്പള്ളിയിൽ ഒരു ചെറിയ 5 രൂപയ്ക്ക് ഒരു വാടക വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിച്ചു. ചെറുപ്പക്കാരായ ചില സഹോദരങ്ങളും കൂടെ പിന്നീട് തൻ്റെ കൂടെ കൂടി അവർ സ്വമേധാ വേല ഇങ്ങനെ ചെയ്തു തുടങ്ങി. അങ്ങനെ താൻ കല്യാണമൊന്നും വേണ്ട, ഞാൻ വേണ്ടി ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ 60കളിൽ തൻ്റെയും ഇതിനോടൊക്കെ എൻ്റെ അമ്മയുടെ ഒരു ചരിത്രം. എൻ്റെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്, ഒത്തിരി പേർക്ക് അറിയത്തില്ല. എൻ്റെ അമ്മയുടെ സ്ഥലം തിരുനെൽവേലി ജില്ലയിൽ, ഇപ്പം തൂത്തുക്കുടി ജില്ലയാണ്, സായർപുരം എന്ന് പറയും. സായർപുരത്ത് ഒരുപാട് ദേവദാസന്മാർ, CSIയിൽ അറിയപ്പെടുന്ന ബിഷപ്പ് ജബരാജ്, പിന്നെ ഇവിടെ അഗസ്റ്റിൻ ജയകുമാർ, മാസ്റ്റർ ഡി മോഹൻ, കുറച്ച് തൊട്ടപ്പുറത്ത് നാസറേത്ത് എന്ന സ്ഥലത്താണ് ആർ സ്റ്റാൻലി, ഇങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാർ. ഇപ്പം മോൺസി ലാസറസിനടുത്താണ് ഇവരെ എമിൽ ജബസിംഗ്. അതായത് തമിഴ്നാട്ടിൽ നിന്നല്ല, വലിയ ചില സുവിശേഷ FMBB പോലത്തെ എല്ലാ സംഘടനകളും തുടക്കമിട്ടവരെല്ലാം ആ ജില്ലയിലുള്ളവരായിരുന്നു. അവരെല്ലാം CSI ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നു. എൻ്റെ അമ്മ ഒരു നല്ല CSI കുടുംബത്തിൽ ജനിച്ചു വന്നത് ടീച്ചറായിരുന്നു. അങ്ങനെ ടീച്ചറായിരിക്കും ഒരിക്കൽ അതിശയകരമായിട്ട് താൻ രക്ഷിക്കപ്പെട്ട് എവിടെ പോകണം, അന്ന് പെന്തക്കോസ് സഭകളിലൊന്നും ആ പട്ടണത്തിലില്ല, ആ ഗ്രാമത്തിലില്ല. അതിൻ്റെ പുറത്ത് ഒരു
CPM ഫെയ്ത്ത് ഹോം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് അവരിൽ നിന്ന് സുവിശേഷം കേട്ട് അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ടീച്ചറായിട്ടിരിക്കുമ്പം ഈ കർത്താവിൻ്റെ വേലയ്ക്ക് പോകണമെന്നൊരു വലിയ താല്പര്യം പുള്ളിക്കായിരുന്നു. അങ്ങനെ തൂത്തുക്കുടിയിലെ സിലോൺ പെന്തിക്കോസ്ത് കൺവെൻഷന് അന്നത്തെ കാലത്ത് ഈ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് വേലയ്ക്ക് ഇറങ്ങണം. അപ്പം അന്നത്തെ CPM സിസ്റ്റേഴ്സൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചു, നിങ്ങൾ ടീച്ചറാണ്, നല്ല പഠിപ്പുണ്ട്, തീർച്ചയായിട്ടും വേലയ്ക്ക് ഇറങ്ങണം. അവർക്ക് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി താനും തൻ്റെ ഒരു കൂട്ടുകാരി തൂത്തുക്കുടിയിലുള്ള വലിയ ഒരു കുടുംബത്തിലെ ഒരു സഹോദരി, ഇവർ രണ്ട് വലിയ ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവർ രണ്ടുപേരും ചെന്ന് മുട്ടുകുത്തി ആ കൂട്ടത്തിൽ. ആ പാസ്റ്റർ എല്ലാവരുടെയും തലയിൽ കൈവച്ചെടുത്തു, ഇവർ രണ്ടുപേരുടെയും തലയിൽ കൈവച്ചില്ല. വലിയ നിരാശയായി എൻ്റെ അമ്മയ്ക്ക്, വലിയ കരച്ചിലും ഒക്കെയായി. കർത്താവിൻ്റെ വേലയ്ക്ക് പോലും എന്നെ വേണ്ടയോ. പക്ഷെ പിന്നീട് അവർ രണ്ടും കൂടെ തീരുമാനിച്ചു, അതൊക്കെ എന്നെ ഒരു അവസ്ഥയല്ലേ. അന്ന് കൈവച്ച് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ കാണത്തില്ല. ദൈവത്തിന്റെ പദ്ധതി വേറെ പദ്ധതിയാണ്. അങ്ങനെ അവർ 57 ഇവർ രണ്ടുപേരും കൂടി അറിഞ്ഞു ബാംഗ്ലൂരിലൊരു ബൈബിൾ കോളേജുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിന്. അങ്ങനെ സദേൺ ഏഷ്യ ബൈബിൾ കോളേജിൽ അപേക്ഷയിട്ട് എൻ്റെ അമ്മയും ഈ കൂട്ടുകാരിയും കൂടി ഇവർ രണ്ടും കൂടെ പോയി സദേൺ ഏഷ്യ ബൈബിൾ കോളേജിൽ പോയി അവർ ചേർന്ന് പഠിച്ചു. അന്ന് സദേൺ ഏഷ്യ ബൈബിൾ കോളേജ് SABC എന്നല്ല പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന്, ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന്. അവിടെ പോയി അവർ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ മധുരയിലുള്ള AGയുടെ ബൈബിൾ കോളേജിൽ ടീച്ചറായിട്ട് വന്ന് ചാർജ് എടുത്തു. അങ്ങനെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മയുടെയും എൻ്റെ പിതാവിൻ്റെയും കോമൺ ഫ്രണ്ട്സ് ആയിരിക്കുന്ന ചില ഒരു ദേവദാസൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അവർ ആലോചിച്ചിട്ട് വന്നു, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ നിൽക്കുക, പാസ്റ്റർക്കാണെങ്കിൽ പ്രായമായി, രോഗിയായി, ഒരു തുണ വേണം. എൻ്റെ അമ്മയോടും പറഞ്ഞു, നിങ്ങൾ എത്ര ആളിങ്ങനെ നിൽക്കും, ഒരാളെ പറയാം, മലയാളിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വലിയ തമാശ, എൻ്റെ അമ്മ നാസറേത്തിൽ സ്കൂൾ ടീച്ചറായിരിക്കുന്നു, പപ്പ അവിടെ TPMലെ പാസ്റ്ററായിരുന്നു. അന്ന് എൻ്റെ പിതാവ് വളരെ രോഗിയായി. അപ്പം സ്കൂൾ കഴിഞ്ഞ് മമ്മി ഫെയ്ത്ത് ഹോമിൽ വന്ന് അപ്പോൾ എല്ലാവരും ചുറ്റും ഇരുന്ന് പാട്ട് പാടി, ഇതേ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞിരിക്കും. അപ്പം മമ്മിയും കൂടെ ചെന്ന് എൻ്റെ രാത്രി മുഴുവനും മരണപ്പാട്ടായി പാടുന്നത്. ഈ മരണപ്പാട്ട് പാടുന്നത് പപ്പ എഴുതിയ പാട്ടുകളാണ്. അതാ രസം. പോകുന്നീ ലോകം വിട്ടൻ, കാണും ഞാനൻ മോക്ഷപുരെ, ഇതൊക്കെ പപ്പ എഴുതിയ പാട്ടുകളാണ്. അപ്പോൾ ഈ ഹായന്താനന്ദം, ഹായന്ത് മോദമേ, ഇതെല്ലാം ഇന്ന് CPMകാർ മരണത്തിന് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഈ പാട്ടെല്ലാം രാത്രി മുഴുവൻ ഇരുന്ന് പാടും. നേരം വെളുക്കുമ്പോൾ ഇയാൾ മരിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മ പറയും, ഞാൻ സ്കൂളിൽ പോട്ടെ, ജോലിക്ക് പോകണം, ഇടയ്ക്ക് വെച്ച് മരിക്കുകയാണെങ്കിൽ ഒരാൾ പറഞ്ഞ് വിടണേ, അടക്കത്തിന് ഓടി വന്നേക്കാം. പക്ഷേ എവിടെ മരിക്കാനാ, അതേയാളെ തന്നെ കല്യാണം കഴിച്ചു. പിന്നീട് എൻ്റെ അപ്പനിങ്ങനെ വിശ്വാസം പൊട്ടിയിട്ടൊക്കെ ഇങ്ങനെ വലിയ, ഞാൻ പറയും പപ്പയുടെ കാര്യം, മമ്മി പറയും ഒന്നും പേടിക്കണ്ട, ഞാനിത് എത്ര കണ്ടതാ. ഈ പാട്ട് പുസ്തകത്തിലെ നിന്റെ അപ്പം തന്നെ എഴുതിയ എല്ലാ പാട്ടും ഞങ്ങളെല്ലാം പാടി പലതവണ പാടിയത്. അതന്നെ. എൻ്റെ അമ്മ 90 മരിച്ചു, 98 എൻ്റെ പിതാവ്. അങ്ങനെ ഇവരുടെ വിവാഹം 1960 മധുരയിൽ വെച്ച് നടന്നു. 62 ഞാൻ മധുരയിൽ വെച്ചാണ് എന്നെ പ്രസവിച്ചത്. പക്ഷേ എനിക്ക് 3.5 മാസമുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ പിതാവിന് കേരളത്തിലോട്ട് മടങ്ങി വരണമെന്നൊരു പ്രേരണ ഉണ്ടായി. എൻ്റെ പിതാവിൻ്റെ ഒരു അനുജൻ ഡോക്ടർ ജോസഫ് വർഗീസ് എന്ന് പറയും, ഡോക്ടർ ജെ വർഗീസ്, കണ്ണിന് കാഴ്ചയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ പിതാവും മാതാവും എന്നെയുമായിട്ട് തിരുവനന്തപുരത്തോട്ട് വന്ന് ആ വീട്ടിലങ്ങ് ഒന്നിച്ച് താമസമായി. അന്ന് തൊട്ട് ഇന്ന് വരെ തിരുവനന്തപുരത്തുണ്ട്. അപ്പം അങ്ങനെ തിരുവനന്തപുരം സ്വദേശമാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ആരെങ്കിലും നീ എവിടത്തുകാരൻ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തുകാരനെന്ന് പറയും. ഞാൻ കലഞ്ഞൂരും പറയത്തില്ല, തമിഴ്നാടും പറയാറില്ല. ഞാൻ ഈ പറഞ്ഞ മധ്യ തിരുവിതാംകൂറും അല്ല, ഞാൻ പക്ക തിരുവനന്തപുരംകാരൻ. ഞാൻ അതിൽ വളരെ അഭിമാനിക്കുന്നു. ഞാൻ ഇതാണ് എൻ്റെ ഒരു ചെറിയ ചരിത്രം. ഫാദറിനെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളിലൂടെ പറയാവും. ഓർമ്മകൾ ഒത്തിരി ഉണ്ട്. കാര്യം താൻ ഈ പാട്ടുകളൊന്നും പറയുന്നതിനെക്കാട്ടിലും പുള്ളിയുടെ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ബൈബിളിൻ്റെ ആദ്യവും അവസാനം നടുക്കും പുതിയതിന് പഴയതിനിടയ്ക്ക് കുറച്ച് വെള്ള പേജുകൾ വെച്ച് ബൈൻഡ് ചെയ്തിട്ടുണ്ട്, പലവട്ടം ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ ബൈബിളിലെ നോട്ടുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പുള്ളി സ്വന്തം പേന വെച്ച് എഴുതിയ നോട്ടുകൾ ഞാനിന്ന് വായിച്ചാൽ ഇന്ന് ഗൂഗിളിൽ പോലും ഇത്രയും നോട്ട് കിട്ടത്തില്ല. ഏറ്റവും കൂടുതൽ ബൈബിൾ റെഫറൻസ് കിട്ടാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷെ പുള്ളി തന്നെത്താനെ ഇരുന്ന് എഴുതി വെച്ച് പഠിച്ചെടുത്ത നോട്ടുകൾ, അതിൻ്റെ അർത്ഥം എന്തുമാത്രം ആഴത്തിൽ ദൈവം അതിനെ സംസാരിക്കുമായിരുന്നു. പിന്നെ വളരെ സരസനായിരുന്നു, വളരെ തമാശയൊക്കെ ചേർന്ന പുള്ളിയും സംസാരിക്കുന്നത്, അത് ആരെയും മുഷിപ്പിക്കാത്ത. പിന്നെ ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്, ഈ വേദോസ്തവത്തിലുള്ള
ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചൊരു മനുഷ്യനായിരുന്നു. അതിലൊന്ന്, തനിക്ക് ലോകത്തിലൊന്നുമില്ലായിരുന്നു. സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു, ഒരു വാഹനമില്ല, കയ്യിലൊരു വാച്ച് കെട്ടിയിട്ടില്ല, വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ല, വിദേശങ്ങളിൽ ശ്രീലങ്കയിൽ പോയി കപ്പലിൽ പോയി വന്നിരിച്ചു വന്നു, അല്ലാതെ പിന്നെ എങ്ങും പോയിട്ടില്ല. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും വിശ്വാസം കൈമുതലായി ഉണ്ടായിരുന്നു, നിഷ്കളങ്കമായ സ്നേഹം, ഇതൊക്കെ ഒരു ജീവിതത്തിൽ നേരിട്ട് കണ്ട ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. അതിൽ ഞാൻ ഇന്ന് ഏറ്റവും അഭിമാനിക്കുന്നു. ഓക്കെ, അതാണ് ഒരു കാര്യം. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരിയായിരുന്നു. പേരെന്തുവായിരുന്നു? മേഴ്സി സാമുവൽ എന്നായിരുന്നു പേര്. പിന്നീട് മേഴ്സി വർഗീസ് എന്നറിയപ്പെട്ടു. പക്ഷേ വളരെ കാര്യമായിട്ട് ഒരു കേരളത്തിൽ വന്ന് മലയാളവും തമിഴും കൂടെ ചേർന്നൊരു തമാളം ആണ് എൻ്റെ അമ്മ. ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയോട് തമിഴാണ് സംസാരിക്കുന്നത്. അപ്പം പക്ഷേ എല്ലാം മലയാളത്തിലെ നമ്മുടെ മീൻകറിയൊക്കെ ഏറ്റവും നന്നായിട്ട് എൻ്റെ അമ്മ വയ്ക്കുമായിരുന്നു. പപ്പായ നല്ലവണ്ണം നോക്കി എന്നെ. കുഞ്ഞായിരുന്നു, ഞാൻ വളർന്നു വന്ന കാലത്ത് ഒരുപാട് ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പല ദിവസവും ഭക്ഷണമില്ലാതാണ് സ്കൂളിൽ പോകുന്നതൊക്കെ. പക്ഷെ ഒരിക്കലും ഒരു പരാതി പറയാതെ ഏറ്റവും നന്നായിട്ട് ഒരു സൈലൻറ്റ്, ഒരു വളരെ ക്വയറ്റായിട്ട് വീട്ടിലിരുന്നു. പക്ഷെ അനേകർക്കൊരു അമ്മയായിരുന്നു എൻ്റെ മാതാവ്. അതിനും സംശയമൊന്നും വേണ്ട. 90-ൽ പെട്ടെന്നൊരു പ്രയാസം വന്നാൽ മരിച്ചു. എൻ്റെ മാതാവിൻ്റെ വീട്ടുകാരൊക്കെ അന്ന് എല്ലാവരും ഒക്കെ CSI ആയിരുന്നെങ്കിലും പിന്നീട് കാലാകാലം എൻ്റെ അമ്മയാണ് ആ കുടുംബത്തിൽ നിന്ന് ആദ്യം രക്ഷിക്കപ്പെട്ടത്. പിന്നീട് അടുത്ത തലമുറയിൽപ്പെട്ട പാസ്റ്റർ D. മോഹനാണ് അടുത്ത് രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ ഇന്ന് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ കർത്താവിൻ്റെ വേലയിലൊക്കെ ഒരുപാട് വരുന്ന കുടുംബങ്ങളിലുണ്ട്. അവരെല്ലാം നന്നായിട്ടിരിക്കുന്നു. അതാണ് എൻ്റെ മാതാവിൻ്റെ ഒരു പശ്ചാത്തലം. ഓക്കെ, പാസ്റ്റർ സാംവർഗീസിൻ്റെ ഒരു തുടക്കം എന്നുള്ളതല്ല, ഈ സുവിശേഷ വേല എന്നുള്ളത് പിതാവിൻ്റെ മാർഗം അതിനെ പിന്തുടരുക അങ്ങനെ വന്നതാണോ? അല്ല. അതോ എന്താണ് ഇതിലേക്ക് നയിച്ചത്? എന്നെ നയിച്ചത് കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും എന്നെ വളർത്തിക്കൊണ്ടുവരുമ്പോഴെല്ലാം മമ്മി കൂടെ എന്നോട് പറയും, മോനെ നിൻ്റെ പപ്പായുടെ സുവിശേഷ വേലയുടെ ബാക്കി നീ വേണം ചെയ്യാൻ. എൻ്റെ പപ്പ ഒരുപക്ഷെ വളരെ ശക്തമായിട്ടൊന്നും ചെയ്യാൻ പുള്ളിയുടെ ആരോഗ്യം അനുവദിച്ചില്ല, അവസ്ഥകളില്ല. നാട്ടിൽ വന്ന് ഒതുങ്ങി എഴുത്തും വായനയൊക്കെ ആയിട്ട് താനെങ്കിൽ രോഗിയായി. നിനക്ക് ഒരു വേലയുണ്ട് മോനെ എപ്പോഴും എന്നോട് പറയും. പക്ഷെ അതെൻ്റെ മനസ്സിൽ കിടന്നു. എൻ്റെ പപ്പ അങ്ങനെ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം തൻ്റെ ആഗ്രഹം ഞാൻ കർത്താവിൻ്റെ വേലയിലാവണമെന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പ്രാർത്ഥനകൾക്ക് മറ്റും പോകുമ്പം ആ പരിസരത്തെങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ നമ്മുടെ തല തന്നെ കൈവച്ച്, മകനെ നിന്നെ ഞാൻ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഇത് കേട്ട് ഓരോരുത്തരും വന്ന് ഇങ്ങനെ തലേ കൈവച്ച് പറയും, ഞാനിങ്ങനെ എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം, ഞാൻ അതിന് തടസ്സവും എതിരും അല്ല. പക്ഷെ ആദ്യം ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഒരു വീടില്ല, വരുമാനമില്ല, എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും വയസ്സുകാലത്ത് നോക്കണം. ഇതൊക്കെയായിരുന്നു. അപ്പം 83-ലാണോ 84-ലാണോ എനിക്കൊരു വിസ കിട്ടി. ഞാൻ ദുബായ്ക്കൊന്ന് പോയി 1 വർഷം ജോലി ചെയ്ത് തിരിച്ചു വന്നു. അത് നേരെയായില്ല. 89 വീണ്ടും എൻ്റെ ഒരു കസിൻ എനിക്കൊരു വിസ അന്ന് എന്നെ വെസ്റ്റ് ആഫ്രിക്കയിൽ ലൈബീരിയയിൽ കൊണ്ടുപോയി. അവിടെയും പോയി 1 വർഷം ജോലി ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് ഈ സിവിൽ വാർ വന്ന് എല്ലാവരും തിരിച്ചു വന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം എൻ്റെ മാതാവ് നാട്ടിൽ മരിച്ചു. ഞാൻ ഒറ്റ മകനല്ലോ. അങ്ങനെ എനിക്ക് അടക്കത്തിന് വരാൻ കഴിഞ്ഞില്ല. 1 ദിവസം കഴിഞ്ഞാൽ ഞാനിവിടെ എത്തിയത്. അങ്ങനെ ഞാനിങ്ങനെ തിരിച്ചു പോകും. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മാതാവിൻ്റെ മരണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ വിവാഹം. വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, ഞാനും പപ്പായും മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ ഒരു കല്യാണം നീ കഴിക്കണം, നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊന്ന് കൂടിക്കൊണ്ടിരുന്ന IPC സഭയിലെ ഒരു കുടുംബത്തിലെ ഒരു മകളാണ്. അങ്ങനെ എൻ്റെ അപ്പൻ തന്നെ പോയി ചോദിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. അങ്ങനെ അപ്പം ഞങ്ങളിതിനൊക്കെ കുടുംബസ്ഥനായി. പക്ഷേ ജോലിയില്ല, തിരിച്ചെനിക്ക് ആഫ്രിക്കയിൽ പോകാനും വഴിയില്ല. പിന്നീട് എന്തെങ്കിലുമൊക്കെ ജോലി ഇവിടെ തേടി നടക്കാമെന്നൊക്കെ തുടങ്ങി. പക്ഷെ അപ്പോഴെല്ലാം എനിക്ക് മനസ്സില്ല, ഉള്ളിൽ ബോധ്യമാണ്. അപ്പം ഒരു ഞായറാഴ്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ സ്വഭാവത്തിന് ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാ ശക്തമായിട്ട് എൻ്റെ ഉള്ളിലൊരു പ്രേരണ വന്നു. സാക്ഷി സമയത്ത് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവിൻ്റെ വേലയ്ക്ക് എനിക്കൊരു വിളിയുണ്ടെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമാണ്. ഇന്ന് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും കൂടെ ആ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കുക. ഈ സഹോദരനെ ഞങ്ങൾ അനുഗ്രഹിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് നമ്മളെ അങ്ങ് ദൈവവേലക്കാരനാക്കി. പക്ഷെ ദൈവവേല എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ പിതാവ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ആരാനിക്കുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോനെ ദൈവവേല ചെയ്യുന്നതിന് ഒരു ഫോർമൽ ട്രെയിനിങ് ആവശ്യമാണ്. അപ്പം അന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന IPC സഭയുടെ പാസ്റ്റർ ചെറുപ്പക്കാരനാണ്. എന്നോട് വലിയ കാര്യമാണ്. പുള്ളി വീട്ടിൽ വന്ന് പറഞ്ഞു, അപ്പച്ചാ സാമ്പ്രദായം നമുക്ക് ബൈബിൾ കോളേജ് വിടണം. അപ്പം പുള്ളിക്ക് അറിയാവുന്നൊരു ബൈബിൾ കോളേജ്, ഞാൻ പേര് പറയുന്നില്ല, ഇതിനടുത്ത് തന്നെയാണ്. ചെന്ന് അവിടുത്തെ ഫോം പുള്ളി തന്നെ മേടിച്ചുകൊണ്ട് വന്നെന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാം പൂരിപ്പിച്ച് ഒപ്പിട്ട് അയച്ചു. ഇന്ന് വരെ മറുപടി വന്നിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു.
എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം കൂടെ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ സമാനമായ, മുഴുവൻ സമാനമല്ല എങ്കിലും ഏകദേശം സമാനമായ ഒരു അനുഭവം. ഞാൻ ആദ്യം മണക്കാല ബൈബിൾ കോളേജിലാണ്, സെമിനാരിയിലാണ് പഠിക്കാൻ ചേർന്നത്. അപ്പം എൻ്റെ ഫാദർ ഒരു ഭയങ്കര IPC സ്പിരിറ്റുകാരനായിരുന്നു. ഉണ്ടല്ലോ, ബ്ലഡിനകത്ത് IPC. എന്ന് വെച്ചാൽ പുള്ളിക്ക് മറ്റാരോടും വിരോധമോ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ IPCയുടെ ഒരു ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് എൻ്റെ ഫാദറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം പുള്ളി സിൻസിയറായിട്ട് മലബാറിൽ ഒരു പൈനിയർ മിഷണറിയാണ്. അപ്പോൾ പുള്ളിക്ക് കുമ്പനാട്ട് വന്ന് പഠിക്കണമെന്ന്, പുള്ളിയുടെ മോൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ കുമ്പനാട്ട് വന്ന് പഠിക്കണം, IPCയിലെ ഒരു പാസ്റ്റർ ആകണം, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ സ്വപ്നം, അപ്പനെന്നുള്ളത്. അപ്പം ഞാൻ ഈ മണക്കാല പോകാൻ വ്യക്തിപരമായി ഞാൻ എടുത്ത തീരുമാനം. അപ്പം ഞാനിങ്ങനെ മണക്കാല പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് നോ പറയാനും വയ്യ. പക്ഷേ പുള്ളി എന്തോടത്തെന്നറിയാവോ, ഒരു വർഷം ഞാൻ അവിടെ മണക്കാല പഠിക്കുക. ആ സമയത്ത് പുള്ളി കുമ്പനാട് കൺവെൻഷൻ വന്നപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജ് ആരംഭിക്കുകയാണ് ആ വർഷം, പാസ്റ്റർ ജോൺ ദാനിയലിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ പുള്ളി ഇവിടുന്ന് ഒരു ഫോം വാങ്ങിക്കൊണ്ടുവന്നിട്ട് എനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ മണക്കാലയ്ക്ക് അയച്ചു തന്നു. എന്നിട്ട് അതിനകത്ത് കുറിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ പിന്നെ നമുക്ക് മറുത്തു പറയാനൊന്നും നോക്കത്തില്ല. ഇത് പൂരിപ്പിച്ച് അയക്കണം. ഞാൻ പൂരിപ്പിച്ച് അയച്ചു. അവധിക്കാലത്ത് ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. ഇന്ന ദിവസം പിന്നെ വരണമെന്നും പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് കാർഡ് വന്നു. അപ്പം അന്നേരമാണ് എനിക്ക് ഞങ്ങളുടെ ലോക്കൽ സഭയിൽ നിന്ന് ബൈബിൾ സ്കൂളിൽ പോകുന്നതിൻ്റെ യാത്രയപ്പ് നൽകിയത്. മണക്കാല പോയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ കാത്തിരിക്കുകയാണ്, അടുത്ത ആഴ്ച പോവുകയാണ്. പെട്ടി ഒരെണ്ണം എനിക്ക് വേണ്ടി പുതിയത് വാങ്ങി. എൻ്റെ പഴയതുണ്ടായിരുന്നു, പക്ഷേ പുതിയതൊരെണ്ണം വാങ്ങി തന്നു. ഡ്രസ്സും എല്ലാം ഒക്കെ ആയിട്ടെല്ലാം പാക്ക് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. ആ സൺഡേ കഴിഞ്ഞ് തിങ്കളാഴ്ച പോകേണ്ടതാണ്. സൺഡേ വൈകിട്ട് അവിടെ നിന്നുള്ള ട്രെയിനിന് പോരുക. ശനിയാഴ്ച കുമ്പനാട്ടിൽ നിന്നൊരു കത്ത് കിട്ടുകയാണ്, വരണ്ട ബ്രദർ, ഈ വർഷം ഇങ്ങോട്ട് പഠിക്കാൻ വരണ്ട. അല്ല, അത്രയൊരു മര്യാദ, ഒരു മറുപടിയെങ്കിലും മറുപടി കിട്ടി. എനിക്കൊരു മറുപടി പോലും വന്നില്ല. രണ്ടും ഒരേ സ്ഥാപനമാണ്. ഇല്ല, പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായത് കേൾക്കുമ്പോൾ അറിയാമല്ലോ. പക്ഷെ ഞാൻ അതേ സ്ഥാപനത്തിൽ പോയി പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ മിഷൻസ്. അല്ല, അവരുടെ ഇതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. അതിനൊക്കെ വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. അല്ല, എന്നോടുള്ള വിരോധം കൊണ്ടോ എൻ്റെ അപ്പനോടുള്ള വിരോധം കൊണ്ടോ ഒന്നും അല്ല. അത് ഒക്കെ അങ്ങനത്തെ അന്ന് സംഭവിച്ചത്. ഓക്കെ, എനിവേ കണ്ടിന്യൂ. അപ്പം എനിക്കൊരു നിരാശ തോന്നിയോ ചോദിച്ചാൽ ഇല്ല. ഞാനല്ല ഫോം മനസ്സിലായി. ഞങ്ങളുടെ പാസ്റ്ററുടെ താല്പര്യത്തിലാണൊരു അപേക്ഷ അയച്ചത്. അതിന് മറുപടിയും വന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 90 ഞങ്ങളുടെ വീട്ടിൽ വന്ന എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്ത്, ഒരു തമിഴ്നാട്ടുകാരൻ, FMBBയുടെ തിരുവനന്തപുരത്തെ കോർഡിനേറ്ററായിരുന്നു. ഒരു പ്രായമുള്ളൊരു നല്ലൊരു അങ്കിൾ. അതേ വീട്ടിൽ വന്നിട്ട് എന്നെ വലിയ കാര്യമാണ്, മോനെ മോനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി സംസാരിക്കും. തമിഴിലാണ് സംസാരിക്കുന്നത്. മോനെ നീ എന്ത് ചെയ്യുന്നപ്പം അപ്പ പറഞ്ഞു, ബ്രദർ, ഇവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇവർ രണ്ടുപേരും സമർപ്പിച്ചിരിക്കുക. ഇവർ എൻ്റെ ഒരു ട്രെയിനിങ്ങിന് ഇവരെ ഒന്ന് അയക്കണം. അപ്പം പുള്ളി പെട്ടെന്ന് പറഞ്ഞ്, മോനെ യൂത്ത് വിത്ത് എ മിഷൻ കേട്ടിട്ടുണ്ടോ? YWAM. ഞാൻ സത്യം പറഞ്ഞാൽ അതുവരെ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ് എന്തോ ഒന്ന് കേട്ടിട്ടുണ്ട് എനിക്ക്. മദ്രാസിലൊരു കോഴ്സ് അവർക്ക് 6 മാസം ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് സ്കൂൾ എന്ന് പറയും, DTS. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മകളേ ഉള്ളൂ. ആ മകൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ തൊട്ട് മുമ്പിലത്തെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. അത് നല്ലതാണ് മോനെ, ഇംഗ്ലീഷിലാണ്, നല്ല കോഴ്സാണ്. അപ്പം അഡ്രസ്സ് ഞാൻ വേണേൽ തരാമെന്ന് പറഞ്ഞു. പുള്ളി ഉടൻ തന്നെ അഡ്രസ്സ് എങ്ങനെയോ എനിക്ക് തന്നു. ഞാൻ ഉടൻ തന്നെ ഒരു എഴുത്തെഴുതി അവരുടനെ ഫോം അയച്ചു തന്നു. ഞാൻ പൂരിപ്പിച്ച് അയച്ചു. ഉടൻ തന്നെ മറുപടി വന്നു. ജൂലൈ ആദ്യ വാരത്തിൽ ഇന്ന ഡേറ്റിൽ 1200 രൂപ ഫീസ് ആദ്യം അടയ്ക്കണം. 3 മാസം കഴിഞ്ഞ് അടുത്ത 1200 രൂപ അടച്ച് 2400 രൂപയാണ് ഫീസ്. പക്ഷേ 2400 രൂപ കൊടുക്കാൻ നമ്മുടെ ഇല്ല. ഞാൻ പോയിക്കൊണ്ടിരുന്ന IPCക്കാരെല്ലാം കൂടെ പിരിവെടുത്ത് എനിക്ക് ആദ്യത്തെ 1200 രൂപയും വണ്ടിക്കൂലിയും തന്ന് തന്നെ ട്രെയിനെ കയറ്റി പ്രാർത്ഥിച്ചു വിട്ടു. അതെൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ ആ കൂടി എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പരിശീലനം YWAMൻ്റെ ഒരു 6 മാസത്തെ DTS മാത്രമാണ്. പക്ഷെ അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അവിടുത്തെ കിട്ടിയ അന്നെല്ലാം അന്ന് YWAMലെ ടീച്ചേഴ്സ് എല്ലാം തന്നെ വിദേശീയരാണ്. മദ്രാസിൽ ഓരോ ആഴ്ച വന്ന് പഠിപ്പിച്ചിട്ട് പോകുന്നു. നല്ല ടീച്ചേഴ്സായിരുന്നു. മലയാളികളും ഇന്ത്യക്കാരൊക്കെ കുറവായിരുന്നു. അന്ന് അവിടെ കിട്ടിയ പാഠങ്ങളും എനിക്ക് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് എൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ ഒത്തിരി
അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ചില ചെറുപ്പക്കാർ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച വൈകിട്ട് ഒരു ചെറിയ കൂട്ടായ്മ, അത് ഇംഗ്ലീഷ് കോറസ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയ കൂട്ടായ്മകളാണ്. പക്ഷെ ആ കൂട്ടായ്മ അങ്ങ് വളർന്നു. ഞാൻ വൈവാം തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് പിന്നെ കുറച്ചുകൂടി ഒത്തിരി പാട്ടുകൾ ഞാൻ കൊണ്ടുവന്ന് പഠിച്ചു കൊണ്ടുവന്നു. വൈവാമില് ഫയല് നിറച്ച് പാട്ട് മനസ്സിലായി. വൈവാം ഒരു മ്യൂസിക് ഓറിയന്റഡ് ആയിട്ടുള്ള ആ പാട്ടുകളെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടെ പട്ടത്ത് SEM സെൻറ്ററിൽ മേളത്തൊരു റൂം വാടകയ്ക്ക് എടുത്ത് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഒരു ചെറിയൊരു യൂത്ത് ഫെലോഷിപ്പ് ആണ് തുടങ്ങി. അത് പിന്നെ അങ്ങ് വളർന്നു. അപ്പോൾ അതിൽ അന്ന് ട്രിവാൻഡ്രത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ മറ്റുള്ള പല കുട്ടികൾ വന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും രക്ഷിക്കപ്പെടാനും അഭിഷേകം പ്രാപിക്കാനും സ്നാനം ചോദിക്കാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു വീട്ടിലൊരു ബൈബിൾ സ്റ്റഡി, ഒരു കാത്തലിക് ഒരു ഭവനത്തിൽ ഒരു ബൈബിൾ സ്റ്റഡി തുടങ്ങി. അവിടെ അവരെല്ലാവരും ബൈബിൾ പഠിച്ച് ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ അവരൊക്കെ സ്നാനം ചോദിക്കാൻ തുടങ്ങി. അപ്പോഴൊരു പ്രശ്നം, ആര് സ്നാനപ്പെടുത്തും? നമ്മളൊരു സഭയല്ല. അങ്ങനായി ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അന്നത്തെ പാസ്റ്ററോട് എന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാനിപ്പോൾ ഒരു ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു കുറച്ച് പേര് സ്നാനത്തിന് തയ്യാറാണ്. പക്ഷെ അവർ സ്നാനപ്പെടാൻ അവർ തയ്യാറാണ്, വിശ്വസിച്ച് അവർ സ്നാനപ്പെടുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം? അവരൊക്കെ ഒരു മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ചെന്ന് ഊരാനൊന്നും പറയാനും ബുദ്ധിമുട്ടാണ്. അവരുടെയൊക്കെ പശ്ചാത്തലം അങ്ങനെയാണ്. ആ പാസ്റ്റർ നല്ല മനുഷ്യനാണ്, ഇന്നും അദ്ദേഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാമിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ വന്ന് സ്നാനപ്പെടുത്തി തരാം, മറ്റൊന്നും നോക്കണ്ട, ഞാൻ സ്നാനപ്പെടുത്തി തരാം. അങ്ങനെ ആദ്യത്തെ ഒരു സ്നാനം തിരുവനന്തപുരത്ത് വെച്ച് ദൂരോട്ട് മാറി അവർക്കൊരു വാശി, ഞങ്ങൾക്ക് ഈ ടാങ്കിൽ ഒന്ന് സ്നാനപ്പെടേണ്ട, ഒരു ആറ്റിൽ പോയി. അങ്ങനെ ഞങ്ങൾ ഒരു 6 കണ്ടുപിടിച്ച് അവിടെ പോയി ഒരു 18 പേര് ഒന്നിച്ച് സ്നാനപ്പെട്ടു. ഈ പാസ്റ്റർ, ആ ഫോം മേടിച്ച് വന്ന പാസ്റ്റർ അല്ല, അത് കഴിഞ്ഞ് വന്ന പാസ്റ്റർ, അദ്ദേഹം വന്ന് ഈ 18 പേരെയും സ്നാനപ്പെടുത്തി. പക്ഷെ സ്നാനപ്പെടുത്തിയപ്പോൾ അടുത്ത ചോദ്യം, ഇനി ഞങ്ങളിവിടെ കൂട്ടായ്മയ്ക്ക് പോകാം, ഞാൻ പോകുന്ന സഭയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, കാര്യം അതുപോലെ അവരെ അങ്ങ് അംഗീകരിക്കത്തില്ല. അപ്പോൾ ഇത് വലിയ ചില ഡോക്ടർമാർ രക്ഷിക്കപ്പെട്ടു വരാൻ തുടങ്ങി. അപ്പം ഇവരൊക്കെ ഇനി ഏത് ചർച്ചിലോട്ടാണ് ഇവരെ അയക്കേണ്ടത്? അപ്പോഴാണ് എൻ്റെ പിതാവ് ദിവസം പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഇവിടെ ഭവനത്തിൽ തുടങ്ങാം. അങ്ങനെയാണ് 1996 സെപ്റ്റംബർ മാസം 8-ാം തീയതി രാവിലെ 8 മണിക്ക് പ്രാർത്ഥിച്ചൊരു കൂട്ടായ്മ ഞങ്ങളുടെ ഭവനത്തിൽ തുടങ്ങി. ആദ്യ ഞായറാഴ്ച 23 പേരുണ്ടായിരുന്നു. 155 രൂപയായിരുന്നു സ്തോത്ര കാഴ്ച. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് ദൈവകൃപയാൽ 30 വർഷം. അല്ല, അപ്പം ഈ പിന്നെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ഫാദർ ഒരു TPM പശ്ചാത്തലമായിരുന്നുകൊണ്ട് ഈ ഓർണമെന്റ്സ് ഇട്ട് സ്നാനപ്പെടുത്തുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം എൻ്റെ ഫാദർ പണ്ടേ ലിബറലായിരുന്നു അക്കാര്യത്തിലൊക്കെ. കാരണം പുള്ളി തമിഴ്നാട്ടിലിരുന്നുകൊണ്ടും മനുഷ്യരെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നുകൊണ്ടും നാട്ടിലാണെങ്കിൽ ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഏത് സ്വഭാവത്തിൽപ്പെട്ട ഒരു അക്രൈസ്തവരാണേലും പപ്പടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ കൂടെ ഇരിക്കുകയും അങ്ങനെ ഒരുപാട് നല്ല ബന്ധങ്ങൾ പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം എൻ്റെ അമ്മയുടെ പശ്ചാത്തലവും അവരും ഒക്കെ ഈ ആഭരണമൊക്കെ ഇടുന്നവരും ഒക്കെ ആയിരുന്നു. മനുഷ്യന് അതിൽ നിന്ന് അമ്മ ആഭരണ കൂരി ഈ പറഞ്ഞ TPMലാണല്ലോ ആദ്യം വന്നത്, പിന്നീട് AGയിലായിരുന്നു. അപ്പം ആ പശ്ചാത്തലമൊക്കെ കണ്ടു വന്നുകൊണ്ട് എനിക്കൊന്നും ഒരു രക്ഷിക്കപ്പെടുന്നവരെ അവരെ ചേർത്ത് ശിഷ്യരാക്കി കൊണ്ടുപോകുക എന്നുള്ള കർത്താവിൻ്റെ വരവിനായി ഒരുക്കുക, അവരെ സാക്ഷികളായിട്ട് ജീവിക്കാൻ അവരെ പരിശീലിപ്പിക്കുക എന്നല്ലാതെ അതിനല്ലാത്ത ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരിക്കൽ പാസ്റ്റർ D മോഹനോട് ഇരിക്കുക നമ്മുടെ സാജു മാത്യു ഒരിക്കൽ ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ ഈ ചർച്ചിലൊക്കെ ഈ ചർച്ച് ഗ്രോത്തും ഒക്കെ കാണുന്നത്, മെഗാ ചർച്ച് എന്നൊക്കെ നിങ്ങൾ അന്നൊരു 4000 പേരെ കണ്ടുള്ള കാലത്താണ്, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ചെന്നപ്പോൾ ചോദിച്ചാൽ പുള്ളി ഇങ്ങനെ ചിരിച്ച് പുള്ളി വീണ്ടും ചോദിച്ചു, വാട്ട് ഇസ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്താ ചർച്ച് ഗ്രോത്തിൻ്റെ? അപ്പോൾ പുള്ളി കുറേ കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, യു പീപ്പിൾ മലയാളീസ് യു മൈനർ ഓൺ മേജേഴ്സ്, മേജർ ഓൺ മൈനേഴ്സ്. അതാണ് സത്യം. നമ്മൾ ഈ കാര്യങ്ങളെ ഒരു ജനങ്ങൾ രക്ഷിക്കപ്പെടണം, അവരൊരു വിശുദ്ധ ജീവിതം നയിക്കണം, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം, സാക്ഷികളാവണം. ഹൃദയത്തിൻ്റെ രൂപാന്തരം എന്നുള്ളതിനേക്കാൾ നമ്മൾ പുറമേ ഉള്ള വിശുദ്ധിയിലാണ് പ്രാധാന്യം കൊടുത്തത്. അതെ, അവിടെയാണൊരു അപ്പം ഇങ്ങനെയാണ് ഈ ചർച്ച തുടങ്ങാനൊരു ഇടയുണ്ടായത്. തിരുവനന്തപുരം പട്ടണത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും സാധിച്ചു എന്ന് തന്നെ ഞാൻ പറയും. കാരണം അനേകരെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവ് സഹായിച്ചു. അനേക ചെറുപ്പക്കാരെ ആ കാലങ്ങളിൽ 100 കണക്കിന് ചെറുപ്പക്കാരെ നേടുവാൻ സഹായിച്ചു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെ പോയി ജീവിക്കുന്നു. അവരൊക്കെ കുടുംബങ്ങളായി മക്കളായി അനേക സഭകളിൽ ചിലരൊക്കെ ഇന്ന് പാസ്റ്റർമാരാണ്, വർഷിപ്പ് ലീഡേഴ്സാണ്, അസോസിയേറ്റ് പാസ്റ്റേഴ്സാണ്, ചർച്ചിൻ്റെ എൽഡേഴ്സാണ്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കർത്താവ് ഈ ഫാദറിൻ്റെ ആ ഒരു ഓറിയൻറ്റേഷനും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ സാധിച്ചല്ലേ? തീർച്ചയായിട്ടും എൻ്റെ പിതാവിൻ്റെ ഒരു സ്വാധീനം അതിലുണ്ടായിരിക്കും. പക്ഷേ എവിടെയോ എനിക്ക് ഒരു പക്ഷേ ഈ മലയാളി
കൾച്ചറും തമിഴ്നാട് കൾച്ചറും എല്ലാം കൂടെ blend ചെയ്ത് അതും നന്നായി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നാൽ ഞാൻ പക്കാ തമിഴിനാണ്. മലയാളത്തിൽ കേരളത്തിലിരിക്കുമ്പം പക്കാ മലയാളി, അത് വേറെ കാര്യം. തിരുവനന്തപുരത്ത് പക്കാ തിരുവനന്തപുരത്തുകാരനാണ്. അതാണ് എനിക്കിഷ്ടവും. ഓക്കെ. ഫാദറിൻ്റെ കഴിവ് ഈ പാട്ടെഴുതാനുള്ളത് മോന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് അതിനുള്ളൊരു കൃപ. പാട്ട് പാടാനും പഠിപ്പിക്കാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എഴുതാനുള്ളൊരു കൃപ ഇതുവരെ കിട്ടിയില്ല. ഇനി പാട്ട് മാത്രമല്ല, ഈ പേനയെടുത്ത് എഴുതാനുള്ളൊരു കൃപ ഇല്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, ഈ പറയുന്നതൊക്കെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറയാനുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് എഴുതുന്നില്ല. പക്ഷെ അതൊക്കെ ചിലരൊക്കെ ഈ ട്രാൻസ്ക്രിപ്റ്റൊക്കെ ചെയ്തപ്പം ചിലതൊക്കെ കാണുന്നു. അതിനായിട്ട് സ്തോത്രം. പറയാൻ പറ്റത്തില്ല, ഒരു കൃപ ദൈവം തന്നാൽ ഞാനങ്ങ് എഴുതിന്നിരിക്കും. ഓക്കെ. ജീവിതത്തിൽ ഈ ഒത്തിരി പേര് ഈ ശുശ്രൂഷ രംഗത്തുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ട്. ചോദ്യങ്ങൾ മാത്രമല്ല, അവർ നേരിടുന്ന ഒത്തിരി സ്ട്രഗിളുകളുണ്ട്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു മിനിസ്ട്രിയിൽ വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ ഈ സുവിശേഷ രംഗത്ത് അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ എന്തുവാ? ഞാൻ എപ്പോഴും പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഡൂയിങ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട്. അതിനെ എന്ത് വിളിക്കും? ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ വ്യത്യസ്തമായ ഒരു റിസൾട്ട് വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യം തന്നെ വ്യത്യസ്തമായിട്ട് ചെയ്യത്തില്ല, വ്യത്യസ്തമായ റിസൾട്ട് വേണം. ഒരേ കാര്യങ്ങൾ തന്നെ അങ്ങനെ ചെയ്യുന്നതിന് ശുദ്ധ ഭ്രാന്തം എന്ന് പറയും. അതാണ് ഇന്നത്തെ പ്രശ്നം. ഒന്നുകൂടെ വിശദീകരിച്ചാൽ അതിൻ്റെ അർത്ഥം, നമ്മളിപ്പം നമ്മുടെ സഭകൾ നോക്കിയാൽ അറിയാം, ഒരു സഭായോഗം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ആരാധന എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ, ആ ഒരു പാറ്റേണിലൊരു വ്യത്യാസം. എഴുതിയ പ്രമാണം ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് ആക്കി വെച്ചേക്കുക. ഇപ്പം ഉദാഹരണത്തിന് സാക്ഷ്യം പറയാന്നൊരു കലാപരിപാടിയുണ്ട്. ഞാനൊക്കെ കുഞ്ഞുനാൾ തൊട്ട് കണ്ടും ഞാനും എന്തോ എഴുന്നേറ്റ് പറയുന്നത്, കർത്താവ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം എനിക്ക് നല്ലോനും വല്ലോനുമായിരുന്നു. വരാമായിരുന്ന ആപത്തുകളിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ചു. കഴിഞ്ഞൊരു ആഴ്ച കർത്താവിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഒരാഴ്ച കർത്താവ് തരികയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും കഴിയാത്ത. എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാം. ഒരു പാട്ടും പാടിക്കൊണ്ട് എഴുന്നേറ്റത് ഒരു വാക്യം വായിച്ചുകൊണ്ടിരിക്കും. ഈ കലാപരിപാടി എത്ര വർഷമായിട്ട് ചെയ്യുന്നു? ഞങ്ങളുടെ സഭയിൽ സാക്ഷ്യം പറച്ചിലില്ല, തുറന്നു പറയണമല്ലോ. ഈ 30 വർഷമായിട്ടും ഈ സങ്കീർത്തനം വായിച്ചിട്ട് എനിക്ക് സാക്ഷ്യം പറയാനൊരു അപ്പോൾ അതേ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനൊരു അവസരം ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഇങ്ങനെ സാക്ഷ്യം ഉണ്ടെങ്കിൽ അവസരം ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അല്ല, ഞങ്ങളുടെ സഭയിലും ഇല്ല സാക്ഷ്യം. നല്ല കാര്യം. ഞാൻ പറഞ്ഞത് ഈ ഡൂയിങ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട്. ഡിഫറെൻ്റ് റിസൾട്ട് വരുന്നെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ അല്പം പോലും ഒന്ന് മാറ്റി ചെയ്യാൻ നമുക്ക് ഭയമാണ്. അത് നമ്മൾ ആരെയോ പേടിക്കുന്നു. പക്ഷെ പുതിയ തലമുറയ്ക്ക് ആ പേടിയില്ല. അവർ ജീവിക്കുന്ന ലോകത്ത്, അവർ പോകുന്ന രാജ്യങ്ങളിൽ, അവർ ഇടപെടുന്ന മറ്റ് മേഖലകളിൽ, അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവരുടെ ക്യാമ്പസുകളിൽ, അവരുടെ ബിസിനസ്സുകളിലൊക്കെ വ്യത്യസ്തമായിട്ട് അവർ ചെയ്യുന്നു. അത് റിസൾട്ട് കാണുന്നു അല്ലേ? ഇന്ന് രാഷ്ട്രീയത്തിൽ പോലും വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് റിസൾട്ട് കാണുന്നില്ലേ? പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ചെയ്തു? യേശു മൊത്തം വ്യത്യസ്തമായിട്ടല്ലേ ചെയ്തത്? അന്നത്തെ യഹൂദ രീതി അനുസരിച്ച് തികച്ചും വ്യത്യസ്തമായിട്ട് എന്നിട്ട് എന്താ ഡിഫറെൻറ്റ് റിസൾട്ടല്ലേ യേശു ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പുതിയ തലമുറ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി പോകുന്നിടത്ത് ഡിഫറെൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും, ദൈവം കൂടെ ഉണ്ട്. എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം അതാ. ഡൂയിങ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ അല്ല, യു ക്യാൻ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. പക്ഷേ വചനം വിട്ടുപോകരുത്, അത് വേറെ കാര്യം. അതെ, ഇവിടെ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെ പറയുമ്പോൾ ഈ വളയമില്ലാതെ ചാടുന്ന ഒരു അവസ്ഥയിലേക്കായി പോകാൻ. ദ മെസ്സേജ് ഇസ് ദ സെയിം ബട്ട് ദ മെത്തേഡ്സ് ക്യാൻ ബി ഡിഫറെൻറ്റ്. സന്ദേശത്തിന് മാറ്റം വരുത്തരുത്, പക്ഷേ അത് നമ്മൾ കൊണ്ടുചെല്ലുന്ന മെത്തേഡ്, രീതികൾ വ്യത്യസ്തമാകാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഈ കാലത്ത് ഈ സ്വാധീനം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, റോമൻ റോഡ്സ് അന്നത്തെ കാലത്ത്, യേശുവിൻ്റെ കാലത്ത് സുവിശേഷം ചെല്ലാൻ ദൈവം ഒരുക്കിയ ഒരു അന്ന് കപ്പൽ പശ്ചാത്തലമായിരുന്നു റോഡുകൾ. റോമാക്കാർ റോഡ് വെട്ടിയിട്ടിരുന്നു, തുറമുഖങ്ങളുണ്ടായിരുന്നു, കപ്പൽ യാത്ര, അതുവഴി സുവിശേഷം വ്യാപിച്ചത്. അത് കഴിഞ്ഞ് പ്രിന്റിംഗ് പ്രസിൻ്റെ കണ്ടുപിടുത്തമാണ് അടുത്തൊരു വലിയൊരു വേറൊസ്തം നമ്മുടെ കയ്യിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുക. എൻ്റെ ചോദ്യം, ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ സുവിശേഷ വ്യാപനത്തിന്, ദൈവരാജ്യം കൊണ്ടുവരാൻ ദൈവസഭ എത്രത്തോളം ചെയ്യുന്നുണ്ട്?
ഇന്ന് നമുക്ക് ഇതെല്ലാം ഹറാമാണ്. കോവിഡാണ് ഇതൊക്കെ മീഡിയയെ ഉപയോഗിക്കാൻ നമുക്കറിയത്തില്ല, ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇനി പറയാം. ഇപ്പം തന്നെ ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടു, ദുബായിലൊക്കെ ചർച്ചസ് എല്ലാം വീണ്ടും ഓൺലൈനായി. ഇനി ഒരു ലോക്ക്ഡൌണിന്റെ ലക്ഷണമാണ് കാണുന്നത്. അന്നൊരു ലോക്ക്ഡൌൺ വന്നതാണ് ഒരർത്ഥത്തിൽ ഒക്കെ തുറന്നു വിട്ടത്. അത് സഭയ്ക്ക് ഗുണമായി. ഞങ്ങളൊക്കെ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ ആഴ്ചയും ലൈവ് ഞങ്ങൾ സർവീസ് വിട്ടു. അതുകൊണ്ടാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പം സജീവമായി തന്നെ ഇരട്ടിയായിട്ട്. ലോക്ക്ഡൗൺ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അതെല്ലാവരും ക്രൈസിസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ക്രൈസിസിന് മറ്റൊരു അർത്ഥം അല്ല. കേരളത്തിലും പെന്തക്കോസ്ത് സഭകളുടെ ഈ ഒരു കാലഘട്ടത്തെ വളർച്ചയുടെ ഗ്രാഫ് ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ഈ കോവിഡ് കാലം ഈ ഗ്രാഫ് ഇന്നും മേളിലോട്ട് പോകും. അതെ. കാരണം ഓൺലൈൻ ഈ ട്രഡീഷണൽ ചർച്ചുകൾക്കൊന്നും പള്ളിയില്ലാതെ ആരാധനയില്ല, പറ്റത്തില്ല. ദൈവം ഇല്ലല്ലോ, ദൈവ സാന്നിധ്യം പള്ളിയിലല്ലേ ഉള്ളൂ. കണ്ടാലേ നമുക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഈ പെന്തക്കോസ്ത് സഭകൾക്ക് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പവർ വിഷൻ അതുപോലെയൊക്കെയുള്ള മീഡിയ എല്ലാം ശരിക്കും ആ പെന്തക്കോസ്ത് ആരാധനകൾ സജീവമായ ഒരു കാലഘട്ടമായിരുന്നത്. അല്ല, ഇനിയും സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഇനിയൊരു ലോക്ക്ഡൗൺ, അതിനിപ്പം കോവിഡ് ആവണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കാം. സഭയുടെ മുമ്പിൽ വാതിലുകൾ ദൈവം തുറന്നിട്ടിരിക്കുക. ഒറ്റ പ്രശ്നം, നമ്മൾ ഈ സഭയിലുള്ളവർക്ക് മാത്രം അന്യോന്യമുള്ള കൂട്ടായ്മയ്ക്കും അന്യോന്യമുള്ള ശുശ്രൂഷയ്ക്ക് ആകരുത്. പുറത്തേക്ക് ലോകം പുറത്തിരിപ്പുണ്ട്. നമ്മുടെ ദൗത്യം നിർവഹണത്തിന് ഈ സൂപ്പർ ഹൈവേ നമ്മൾ ഉപയോഗിക്കണം. തന്നെയല്ല, പണ്ടത്തേക്കാൾ പ്രതിസന്ധികൾ മനുഷ്യനെ മാനസികമായി തളർത്തുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഒരു സ്പിരിച്വൽ കംഫർട്ട് ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സത്യം പറയാം, ദൈവവചനത്തോടൊരു വലിയ ദാഹവും വിശപ്പും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് നല്ലോണം അറിയാം. കാരണം എനിക്കൊരു ദിവസം വരുന്ന കോളുകൾ എടുത്താൽ അവർ ദൈവവചനത്തെ എന്തുമാത്രം പ്രിയപ്പെടുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പുതിയ തലമുറ വചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നു. ആമോസിൻ്റെ പുസ്തകത്തിൽ വചനത്തിനായിട്ടുള്ള വിശപ്പ് എന്നാണ് മലയാളത്തിൽ, പക്ഷേ ഇംഗ്ലീഷിൽ ഐ വിൽ സെൻഡ് എ ഫാമിൻ ഫോർ ദ വേൾഡ്. ഒരു ക്ഷാമം വരികയും ആ സമയത്ത് വിശപ്പും കൂടെ വന്നാൽ എന്തിനും, വിശന്നിട്ട് കാര്യമില്ല, ക്ഷാമമാണ്. അതുപോലെ ഇനി വചനത്തിനൊരു ക്ഷാമം വരും, അന്ന് വിശപ്പും കൂടും. ഇന്ന് ക്ഷാമമില്ല, ചെറിയ വിശപ്പ് കാണുന്നുണ്ട്. ദയവായി ഈ വിശക്കുന്നവർക്കെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കണം. വചനം, ഈ ഹോൾസം ഫുഡ് എന്ന് പറയുന്നത് ദൈവവചനമാണ്. അത് നമ്മൾ സഭകളിൽ കൊടുക്കണം ബ്രദറെ. നമ്മൾ ഈ വചനം കൊടുക്കാതെ വെറുതെ ഒരു പെരിഫറലായിട്ടുള്ള ഒരു ഇളക്കപ്പെരുപ്പത്തിൽ ഇനി കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. അതിന് ഒരു പ്രസക്തി ഇല്ലാതില്ല, ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല കാര്യം. നമ്മൾ ഈ പറയുന്ന ആവേശത്തെക്കാട്ടിലും കൂടുതൽ ആവേശം ലോകത്തുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വേൾഡ് ഈ ആവേശം എല്ലാം പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ വിരൽത്തുമ്പിൽ ഇതെല്ലാം ഉണ്ട്. അതിൽ നിന്ന് എന്ത് കൂടുതലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഇപ്പം മ്യൂസിക്, വേൾഡിലോട്ട് പോയാൽ അവർക്ക് മ്യൂസിക് ഉണ്ടല്ലോ. നമ്മൾ അതിലും വലിയ എന്ത് മ്യൂസിക് അതിനകത്ത് കൊടുക്കാൻ പോകുന്നത്? അപ്പം അതിനെ വെല്ലുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം. കൊടുക്കാനുണ്ട്, സ്റ്റഫുണ്ട്, നമ്മൾ കർത്താവുണ്ട്, നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്, നമുക്ക് ദൈവവചനമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് ഡെലിവറി ചെയ്യുന്നില്ല? പക്ഷെ മെത്തേഡ്സ് അത് മാറ്റാൻ നമ്മൾ തയ്യാറല്ല. മെസ്സേജ് ഒന്ന് തന്നെയാണ്, പക്ഷേ ഇത് കൊടുക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ദ വേ ഓഫ് ഡെലിവറി നമ്മളിപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ കൊടുക്കണം. അപ്പം നമ്മളെല്ലാം പായിൽ പണ്ടിരുന്ന ആരാധനയ്ക്ക് കൂടി. എന്നാലും നമ്മളൊന്ന് പായിലിരിക്കുന്ന ഇന്ന് ഒരു ചർച്ചിൽ ഞാൻ കാണുന്നില്ല, കസേരയിലാണ്, കുഴപ്പമില്ലല്ലോ അല്ലേ? പക്ഷേ അത്രയും മാറിയെങ്കിൽ ഇതുപോലെ കുറച്ച് മാറ്റങ്ങൾ ഇനിയും വരണം പ്രിയപ്പെട്ടവരെ. ജനങ്ങൾ ദാഹത്തോടെ സഭ പബ്ലിക്കിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കും. അതെ, പബ്ലിക്കിന് വേണ്ടി തുറക്കപ്പെടേണ്ടി. എ ചർച്ച് വിത്തൗട്ട് വാൾസ് ആണ് എൻ്റെ ഒരു വലിയ ഒരു ദർശനവും സങ്കല്പവും സ്വപ്നവും. അപ്പം നമ്മൾ പറയും, അല്ലല്ലോ കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടം. അതെ, അതൊരു വശത്ത് ശരിയാണ്. പക്ഷേ നമ്മളിന്ന് ഈ ചുവരുകൾ പണിഞ്ഞ് ജനത്തെ അകറ്റി നിർത്തിയിരിക്കുക. ഈ ചുവരുകൾ നമ്മൾ പൊളിച്ചു കളഞ്ഞാൽ ജനം വരും, പോയി കൂട്ടിക്കൊണ്ട് വരണം. അവർ താനെ കയറി വരത്തില്ല, പോയി കൂട്ടിക്കൊണ്ട് വരണം. എന്താ പറഞ്ഞ് മറ്റേ വീട്ടുകൂടായ്മ പറഞ്ഞത്, നീ വീതികളിലും നഗരങ്ങളിലും ചെന്ന് കിട്ടുന്നവനെ വിളിച്ചോണ്ട് പോവാ. പക്ഷെ പോയാൽ വരാനാണ്. പക്ഷെ ഇന്ന് നമ്മൾ പോകാൻ തയ്യാറല്ല. ദൈവസഭയുടെ ആ ഒരു മിഷൻ ദൗത്യം നമ്മൾ എവിടെയോ മറന്നുപോയി. അപ്പം അതിലേക്ക് സഭകൾ തിരിച്ചു വന്നേ പറ്റൂ. രണ്ട് കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ശിഷ്യത്വം അന്യം നിന്ന് പോയി. 2 സുവിശേഷീകരണം. അതുകൊണ്ട് തന്നെ ഏകദേശം നില്ലെന്ന് തന്നെ പറയാം. കാര്യം സുവിശേഷീകരണം സഭകൾ ചെയ്യുന്നില്ല. ഒത്തിരി പരസ്യമെല്ലാം നടത്തുന്നുണ്ടല്ലോ. അത് ഫേസ്ബുക്ക് ലൈവ് ഇടാനല്ലേ, തുറന്നു പറയില്ലേ, ആളുകൾ ഓടിച്ചിട്ടടിക്കും.
ഞാനൊരു പരസ്യവും ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് അതിനുള്ളൊരു കൃപയില്ല, അതുകൊണ്ടാണ്. പക്ഷേ പരസ്യവും ചെയ്യുന്നതിനോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അത് ചെയ്യണം, അവസരമുള്ളിടത്തോളം നമ്മൾ ചെയ്യണം. പക്ഷേ അത് ഈ ഫേസ്ബുക്ക് ലൈവ് എന്തിനാണ് ഇടുന്നത്? മനസ്സിലായി. അതാണ് കാര്യം. ട്രാക്ട് കൊടുക്കുന്നതിന് പ്രസക്തിയുണ്ട്, പരസ്യവും നടന്നതിന് പ്രസക്തിയുണ്ട്, വീട് വിടാൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാട്ടിലൊക്കെ ഇന്ന് പ്രസക്തമായത് വ്യക്തിപരമായി സുവിശേഷം 1 to 1. അതേ ഉള്ളൂ കാര്യം. അത് ചെയ്താൽ നമ്മുടെ വിശ്വാസികളെ, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശിഷ്യരെ, സഭയിൽ ശിഷ്യരാണ് ഉണ്ടാവേണ്ടത്, അംഗങ്ങളല്ല. ഇന്ന് ചർച്ചസ് ആർ ഫിൽഡ് വിത്ത് മെമ്പേഴ്സ്, നോ ഡിസൈപ്പിൾസ്. ഈ ശിഷ്യരെ അവരെ പോയി മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. ഇതിപ്പം അവർക്ക് ഞായറാഴ്ച നമ്മൾ മീൻ കറി വെച്ച് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന അവർ മീൻ കഴിക്കാൻ വന്നുകൊണ്ടിരിക്കും. അവർക്കൊരു ചൂണ്ട മേടിച്ച് കൊടുത്തിട്ട് ഈ പറഞ്ഞ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ അവർ പോയി പിടിച്ച് എടുത്തോളൂ. ഇന്ന് നമ്മളത് പഠിപ്പിക്കരുത്. നമ്മൾ തല്ലിക്കൊന്നും അവരെ മീൻ പിടിക്കാൻ പഠിപ്പിക്കത്തില്ല. പേടിനാരും ഞായറാഴ്ച വരത്തില്ലല്ലോ. നമ്മളിങ്ങനെ പറയും, നമ്മുടെ മുമ്പിൽ എല്ലാവരും വന്നോണം, നിന്നോണം, തന്നോണം, പൊയ്ക്കോണം. ഇതല്ല ദൈവസഭയെ മൊത്തത്തിൽ. ഞാൻ എൻ്റെ ഒരു പ്രവചനം പറയുക. കേരളത്തിലെ ദൈവസഭ മാത്രമല്ല, ഇന്ത്യയിലെ ദൈവസഭ ലോകത്തിലെ ദൈവസഭകൾക്കൊരു മാതൃകയായിട്ട് ദൈവം മാറ്റും. ഇത് ഇവിടെ കുറിച്ച് വെച്ചോ നിങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇന്നത്തെ ചുറ്റുപാടുള്ള അവസ്ഥ കണ്ടിട്ട്, നമ്മുടെ അകത്തെ അവസ്ഥ കണ്ടിട്ട് നിരാശപ്പെടേണ്ട. ഗോഡ് ഈസ് ഡൂയിങ് സംതിങ്. വ്യത്യസ്തമായിട്ടൊരു സഭ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മൾ ഈ കാണുന്ന, നമ്മൾ പരിചയിക്കുന്ന, നമ്മളൊക്കെ തന്നെ ശുശ്രൂഷിക്കുന്ന ഒരു സഭാരീതി ആവത്തില്ല. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയ പ്രയാസങ്ങളും ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ വ്യത്യസ്തമായിട്ട് ദൈവസഭകൾ ഉണ്ടാകുന്നു. അതിൽ വലിയ കെട്ടിടത്തിലല്ല ഉണ്ടാകുന്നു, വളരുന്നു. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പലതും സ്പെസിഫിക് ആയിട്ട് പഠിച്ചു. പഠിച്ചപ്പോൾ മനസ്സിലായത് കെട്ടിടം പോയി, പാസ്റ്റർ പോയി, പക്ഷെ സഭ പോയില്ല. അതാ കാര്യം. അപ്പം അത് കേരളത്തിൻ്റെ ഒരു പാഠമാണ്. നാളെ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പല സ്ട്രക്ചേഴ്സും നമുക്ക് നഷ്ടപ്പെടും. കെട്ടിടങ്ങൾ നഷ്ടപ്പെടും, സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പക്ഷെ അന്ന് സഭ വളരും. അതുകൊണ്ട് അന്ന് വളരുന്ന ഒരു ചർച്ച് മോഡൽ, ഒരു പുതിയ പാറ്റേൺ ഇന്ത്യൻ ദൈവസഭ കൊണ്ടുവരും. അത് ലോകത്തിലെ രാജ്യങ്ങൾക്കും ലോകത്തിലെ മറ്റ് സഭകൾക്കും മാതൃകയായിരിക്കും. അത് കണ്ടു പഠിക്കാൻ അനേകർ ഇന്ത്യയിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം ഞാൻ ലുസാൻ കോൺഫറൻസിന് പോയി, സൗത്ത് കൊറിയയിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഏഷ്യൻ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഒരു ഹോട്ടലിൽ, ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ച് ഒരു പെട്ടെന്നൊന്ന് വിളിച്ചു കൂട്ടി. ഞാൻ ചെന്നപ്പം ജപ്പാൻ, കൊറിയ, സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്വാൻ, ഇങ്ങനെയുള്ള എല്ലാ രാജ്യം, പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, മ്യാൻമാറിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിശയം തോന്നി. ചൈനയിലെ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്രാവശ്യം 25,000 മിഷണറിമാരെ അയച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. അടുത്തത് സൗത്ത് കൊറിയൻസ്, അവർ പറഞ്ഞു ഞങ്ങൾ ഇപ്രാവശ്യം 24,000 പേരെ അയച്ചു. അടുത്തത് ഇങ്ങനെ പറഞ്ഞു. പാകിസ്ഥാനിലെ ഒരു പാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ ഇപ്രാവശ്യം 1000 പേരെ പല രാജ്യങ്ങളിലേക്ക് മിഷണറീസായിട്ട് അയച്ചു. ബംഗ്ലാദേശിലെ ഏജിയുടെ ഒരു സൂപ്പർ നദി ഞങ്ങൾ ഇപ്രാവശ്യം 400 പേരെ മിഷണറിമാരായിട്ട് ലോകരാജ്യങ്ങളിലേക്ക് അയച്ചു. ഞാനും നമ്മുടെ പാസ്റ്റർ മോഹൻ്റെ മകൻ ചാഡ്വിക്കും ഞങ്ങളിങ്ങനെ അടുത്തടുത്തിരിക്കുക. ഞങ്ങളിങ്ങനെ തട്ടി വെച്ച് നമ്മൾ എത്ര പേരെ അയച്ചു? നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയി, പണ്ട് വല്ല നോർത്ത് ഇന്ത്യയിലോട്ട് ഒരാളെ അയച്ചു ഒരു മിഷണറിയെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അതുമില്ല. നോർത്ത് ഇന്ത്യയിലുള്ളവർ ഇങ്ങ് വരാൻ തുടങ്ങി. നോർത്ത് ഇന്ത്യയിലുള്ള ഈ അതിഥി തൊഴിലാളി എന്ന പേരിൽ ലക്ഷക്കണക്കിന് പേരെ കേരളത്തിലോട്ട് ദൈവം കൊണ്ടുവന്ന് അവരോട് പറഞ്ഞാൽ മതി. 80 ലക്ഷം താണ്ടി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്തൊരു പാസ്റ്റർ ഡൽഹിയിൽ നിന്ന് വന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മുടി വെട്ടിക്കാൻ ഒരു കടയിൽ കയറിയപ്പോൾ ബാർബർ UP-കാരനാണ്. ഈ തിരുവല്ലയിൽ പട്ടണത്തിലെ എല്ലാ ബാർബേഴ്സും. അവനോട് ഇദ്ദേഹം ഡൽഹിയിലെ പാസ്റ്ററല്ലേ, ഇദ്ദേഹം ചോദിച്ചു എടാ നീ ഏത് നാട്ടുകാരനാണ്? UP-കാരനാണ്. ഏത് ജില്ലക്കാരനാണ്? എന്നിട്ട് ഗ്രാമത്തിൻ്റെ പേര് നാം പറഞ്ഞു. അപ്പം ഈ പാസ്റ്റർ എന്നോട് പിന്നെ പറയുക, എൻ്റെ പാസ്റ്ററെ അവൻ്റെ ഗ്രാമത്തിൽ ഇപ്പം നമുക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കയറാൻ പറ്റാത്ത ഗ്രാമത്തിൽ ഒരുത്തിനെ എന്നിട്ടും നമ്മൾ അവനോട് ദൂരം പറയത്തില്ല. നമ്മളെപ്പോഴും അങ്ങോട്ട് പോകാനായിട്ടൊക്കെ. ഞാൻ പറഞ്ഞു നമ്മളോ പോയില്ല, ദൈവം അവരെ എല്ലാം പിടിച്ചപ്പോൾ നമ്മുടെ മുന്നിൽ കൊണ്ട് ഇട്ടേച്ചും നമ്മൾ അവരെ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ എത്ര ജനസംഖ്യ? 3.5 കോടിയോ? 3.5 കോടി. അവരിപ്പോൾ 80 ലക്ഷം താണ്ടി 1 കോടി ആയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4/1 ഇപ്പോൾ അവരായി ഏകദേശം. എന്നിട്ടും നമ്മൾ കണ്ണു തുറക്കുന്നില്ല. അവരെ ഈ പറഞ്ഞ പോലെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അവരെ ഒരു നല്ല സുവിശേഷനായിട്ട് മടക്കി അയച്ചാൽ പോരെ? ഒരു ഗ്രാമം ഒരുത്തനെ കിട്ടിയാൽ പോയാൽ മതി. അവൻ്റെ ഗ്രാമത്തെ അവൻ ചിലപ്പം കീഴ്മേൽ മറിക്കത്തില്ല എന്ന് ആര് കണ്ടു?
അല്ലെ? അങ്ങനെയും നമുക്കൊരു അവസ്ഥ വന്നിട്ട് കേരളത്തിലെ സഭകൾ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഡൂയിങ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട് ഇസ് ഇൻസാനിറ്റി. ശുദ്ധ ഭ്രാന്താണ്. നമ്മളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് സ്ട്രാറ്റജി മാറ്റണം. ഇതാ. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇത് അവസാനിപ്പിക്കുമ്പോൾ ഫാദറിൻ്റെ പാട്ടുകളിൽ ഏറ്റവും വ്യക്തിപരമായിട്ട് എപ്പോഴും പാടുന്ന ഒരു പാട്ട് ഏതാ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിക്കുന്ന ഒരു പാട്ട്, 2 പാട്ടുണ്ട്, 2 ഓരോ ചരണങ്ങളാണ്. വഴിതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു, നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ, കളങ്കമറ്റ ആനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വം അവനെന്നും ആമേൻ. യൂദായുടെ ലേഖനത്തിലെ അവസാനത്തെ 2 വാക്യമാണ് ആ ചരണം. അതുപോലെ എൻ്റെ ശുശ്രൂഷയിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കണ്ണീരോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഞാൻ പാടിയിട്ടുള്ള പാട്ട്, എൻ്റെ പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിൽ സഭയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അർപ്പണം ചെയ്യുന്ന ആത്മനിയോഗാൽ അല്പമെനിക്കിങ്ങുള്ളതെല്ലാം, ഉന്നതനേ തവ സേവയും ജീവിതം, ഒന്നു മതി എനിക്കുലകിൽ. എൻ്റെ പിതാവ് മരിച്ച് ആ സംസ്കാര ശുശ്രൂഷ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഒടുവിൽ ഞാനാണ് പിതാവിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് എനിക്കൊന്നും തന്നിട്ടില്ല, വീടോ വസ്തുവോ പണമോ ഒന്നും തന്നിട്ടില്ല. താൻ ഉപയോഗിച്ചൊരു ബൈബിള് മാത്രം തൻ്റെ ഇവിടെ നെഞ്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം മുമ്പിൽ വെച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി എൻ്റെ പിതാവ് എനിക്ക് കൈമാറിയ ആ വേദപുസ്തകം ഞാൻ എടുക്കുന്നു. ഞാൻ ആ വേദപുസ്തകം എടുത്തു, ചേർത്ത് പിടിച്ചിട്ട് ഈ പാട്ട് പാടി. അന്നവിടെ സന്നിധിര, അന്ന് ഈ ഓൺലൈനും ഒന്നുമില്ലാത്ത കാലം ഉണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് കണ്ണീരോട് ആ പാട്ട് പാടി. ഇന്നും ആ രംഗം കണ്ടിട്ട് രക്ഷിക്കപ്പെട്ട് വന്നവർ സഭയിലുണ്ട്. അതുകൊണ്ട് അർപ്പണം ചെയ്യുന്ന ആത്മനിയോഗം അല്പം എനിക്കിങ്ങുള്ളതെല്ലാം, ഉന്നതനേ തവ സേവയും ജീവിതം, ഒന്നു മതി എനിക്കുലയിൽ. അതായിരിക്കാം ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പിതാവ് എഴുതിയ പാട്ടുകളിലെ ഒരു ചരണം. ഓക്കെ, താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.